രോമാ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. രോമാ ടി വിയുടെ ശ്രോതാക്കളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവവും ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവെക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ജീന ജോർജ് ആൻറ്റിയാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് എവർക്കും അനുഗ്രഹമായി തീരേണ്ടതിന് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് അതൊരു വലിയ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഒക്കെ ഞങ്ങളെ അറിയിക്കണം. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമാ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി വിശിഷ്യാൽ പ്രാർത്ഥന നടന്നു വരുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരൊക്കെയും അതിൽ നിങ്ങളോടൊപ്പം പ്രാർത്ഥനയ്ക്കായി സമയം ചെലവഴിക്കുന്നു. നിങ്ങൾക്കും അത് വലിയൊരു അനുഗ്രഹമായിരിക്കും. ആമേൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ, ദൈവീയ വിടുതലുകളെക്കുറിച്ച്, ദൈവീയ ഇടപെടലുകളെക്കുറിച്ച് ശക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു സാക്ഷ്യമാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ ജീന ജോർജ് ആൻറ്റി തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ രാവിലെ സമയം ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അരോമാ ടി വിയുടെ ഒരു ടെസ്റ്റ് മണിക്കായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോൺ കഴിഞ്ഞ ദിവസങ്ങളിൽ അത് അറിയിക്കുവാനിടയായി. വളരെ സന്തോഷത്തോടെ ഞാനത് സ്വീകരിച്ചു. ഈ അരോമാ ടി വിയോടും ഇതിന് അവസരമൊരുക്കിയ കർത്താവിൻ്റെ ദാസൻ പ്രിയ പാസ്റ്റർ ഡാനിയൽ ജോൺ എന്നോടുള്ള നന്ദിയെ അറിയിക്കുന്നു. അപ്പോൾ തന്നെ എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തത മാത്രമാണ്. കഴിഞ്ഞ രാത്രികാലം കിടന്നുറങ്ങിയ അനേക പ്രിയപ്പെട്ടവർ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, മൺമറഞ്ഞു. ആരോഗ്യത്തോടെ കിടക്കയിൽ കിടന്നവർ രാവിലെ എഴുന്നേൽക്കുവാൻ കഴിയാതെ ആ കിടക്കയിൽ അഭയം പ്രാപിച്ചു. അനേകർ ആശുപത്രികളിൽ അഭയം പ്രാപിച്ചു. എന്നാൽ ഒരു ദിവസം കൂടെ എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് കൃപ ചെയ്തതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് ജീന ജോർജ്. പാലക്കാട് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോൾ ഷരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ പാസ്റ്ററായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. അപ്പോൾ തന്നെ പാലക്കാട് സെൻറ്ററിൻ്റെ ചുമതലയും മറ്റ് ചില ചുമതലകളും ഒക്കെ ആയിട്ട് കർത്താവാക്കിയിരിക്കുന്ന ഈ വേല സ്ഥലത്ത് ഞങ്ങൾ കുടുംബമായി കർത്താവിനെ ആരാധിക്കുകയും കർത്താവിൻ്റെ വേലയിലായിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ തന്നെ എനിക്ക് 3 കുഞ്ഞുങ്ങളാണുള്ളത്. 2 പെൺകുഞ്ഞുങ്ങളും ഒരു മകനുമാണ്. 3 പേരും കുടുംബസ്ഥരാണ്. എനിക്ക് 6 കൊച്ചുമക്കളെ കർത്താവ് തന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഇതൊക്കെയും പറയുന്നത്. കാരണം എൻ്റെ പിന്നിലുള്ള സാഹചര്യങ്ങൾ, ഞാൻ കടന്നുപോയ വഴികളൊക്കെ ഓർക്കുമ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ എൻ്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലിനെ വീഴ്ചയിൽ നിന്നും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച കർത്താവിനെ എത്ര സ്തുതിച്ചാലും മതിയാകയില്ല. യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഒത്തവണ്ണം ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് നൽകുന്ന എല്ലാ അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. കുഞ്ഞുങ്ങൾ 3 പേരും 3 സ്ഥലങ്ങളിലാണ് ആയിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ പാലക്കാട് തച്ചമ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആയിരിക്കുന്നത്. ഞാൻ എൻ്റെ ചെറുപ്രായത്തിലേക്കൊന്ന് കടന്നു പോവുകയാണ്. എൻ്റെ സ്വദേശം മാവേലിക്കര വെൺമണി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ജനിച്ചതും വളർത്തപ്പെട്ടതും എല്ലാം അവിടെയാണ്. ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത്. എൻ്റെ മാതാവും പിതാവും ഏകരായി കർത്താവിനെ സേവിപ്പാൻ അവരവരുടെ കുടുംബങ്ങളിൽ നിന്ന്, യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ചവരാണ്. എൻ്റെ പപ്പ ഒരു ഗസ്റ്റ് ഓഫീസറായിരുന്നു. എൻ്റെ മമ്മി ഒരു ടീച്ചറായിരുന്നു. അവർ ആ ജോലി മേഖലകളിലൊക്കെ ആയിരുന്നപ്പോഴാണ് അവർ കർത്താവിനെ അറിയുവാനിടയായത്. എന്നാൽ അവരുടെ കുടുംബങ്ങളിൽ നിന്നൊക്കെ വളരെ പ്രതികൂലങ്ങൾ സഹിച്ച് കർത്താവിന് വേണ്ടി വില കൊടുത്ത് ഇറങ്ങിയവരാണ്. അന്ന് ദൈവം അവർക്ക് കൊടുത്ത ഭൗതിക നന്മകളൊക്കെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചിലവിട്ട ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മകളായി ജനിക്കുവാൻ കർത്താവ് എനിക്ക് വലിയ ഭാഗ്യം തന്നു. ഞങ്ങൾ 4 സഹോദരങ്ങളാണ്. അതിൽ മൂത്തയാളാണ് ഞാൻ. എൻ്റെ ഇളയ 2 സഹോദരിമാരും ഒരു സഹോദരനുമുണ്ട്. ഞങ്ങൾ 4 പേരിൽ 3 പേരും ഇന്ന് പൂർണ്ണസമയം കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ അത് പറയുവാൻ കഴിയും. ഒരാൾ മാത്രം ഭാഗികമായും ജോലിയോടുള്ള ബന്ധത്തിലുമായിരിക്കുന്നു.
ഞാൻ പറഞ്ഞത്, എൻ്റെ മാതാവും പിതാവും കർത്താവിനെ അറിയുവാൻ ഇടയായി. അവര് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ പൂർണ്ണമായി കർത്താവിന് വേണ്ടി ഏൽപ്പിക്കപ്പെട്ടവരാണ്. മാവേലിക്കര ഈസ്റ്റ് ഡിസ്ട്രിക്റ്റ് IPCയിലാണ് എൻ്റെ ഭവനത്തിൽ. ആ കാലങ്ങളിൽ പലപ്പോഴും അവിടെ ഉളവാക്കപ്പെട്ട പല സഭകളുടെയും പിന്നിൽ എൻ്റെ മാതാവും പിതാവും അവരുടെ ഭൗതികമായും ശാരീരികമായും ആത്മീകമായും എല്ലാ കോൺട്രിബ്യൂഷൻസും നൽകുവാനൊക്കെ കർത്താവ് ഇടയാക്കി. അതിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളുമാണ് തലമുറകളായ ഞങ്ങളൊക്കെയും ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെടുവാൻ കർത്താവ് വലിയ ഭാഗ്യം നൽകി. ആ കാലങ്ങളിലൊക്കെ എൻ്റെ ചെറുപ്രായത്തിലൊക്കെ ഞാൻ കണ്ടുവന്നത്, എൻ്റെ ഭവനത്തിൽ എന്നും കൂട്ടായ്മ, മീറ്റിങ്ങുകൾ ഒക്കെയാണ്. എൻ്റെ പപ്പ ജോലിയൊക്കെ ആണെന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് പപ്പായും അമ്മച്ചിയും വന്നതിന് ശേഷം ഒരു കോട്ടേജ് മീറ്റിംഗ് മുടക്കുകയോ, അന്ന് ഇന്നത്തെ പോലെ അല്ലല്ലോ, പേരിനുള്ള കോട്ടേജ് മീറ്റിംഗ് ഒന്നും അല്ല അന്നുള്ളത്. അന്ന് എല്ലാ ദിവസങ്ങളും മീറ്റിങ്ങുകളും ഉപവാസ പ്രാർത്ഥനകളും കാത്തിരിപ്പ് യോഗങ്ങളും കൺവെൻഷനുകളും ഒക്കെ തുടർമാനമായി നടക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അനേക നാളുകൾ എൻ്റെ ഭവനത്തിൻ്റെ മുറ്റത്ത് എപ്പോഴും പന്തലുണ്ടായിരിക്കും. കാരണം അന്ന് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർ, അവരുടെ പേര് പറയുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ആ കാലങ്ങളിൽ ആ പ്രിയപ്പെട്ടവരുമായിട്ടുള്ള ആ ആത്മബന്ധം ഉണ്ടായത് എൻ്റെ ഈ തലമുറയിൽ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം IPCയുടെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയ K. എബ്രഹാം അപ്പച്ചൻ മുതൽ CK ഡാനിയൽ അപ്പച്ചൻ, TG അപ്പച്ചൻ അപ്പച്ചൻ, PC മാസ്റ്റർ, ഒത്തിരി പേരുടെ പേര് പറയേണ്ടതായിട്ടുണ്ട്. ആശാരി ഉപദേശി പാസ്റ്റർ ലാസർ വി മാത്യുവിന്റെ ഫാദർ മുതൽ അതുപോലെ അനേക പ്രിയപ്പെട്ട ദൈവദാസന്മാർ എൻ്റെ ഭവനത്തിൽ കടന്നു വന്ന് താമസിച്ച് ശുശ്രൂഷകൾ ചെയ്തത് എൻ്റെ ഓർമ്മയിലുണ്ട്. എൻ്റെ കുഞ്ഞു പ്രായത്തിൽ ഞാൻ 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് CK ഡാനിയൽ അപ്പച്ചൻ കടന്നു വന്ന് ബൈബിൾ സ്റ്റഡി നടത്തിയത്, സമാഗമന കൂടാരം, വെളിപ്പാട് പുസ്തകം, ദാനിയേൽ പ്രവചനം, ഇതൊക്കെ ഇന്നെന്ന പോലെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അതൊക്കെ ജീവിതത്തിൽ വലിയ വലിയ ഭാഗ്യമായിരുന്നു. അന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, മാങ്ങാനം ജോസഫ് പാസ്റ്ററൊക്കെ ഭവനത്തിൽ വന്ന് ദിവസങ്ങൾ താമസിച്ച് അനേക പ്രിയപ്പെട്ടവർ വിവിധ ഇടങ്ങളിൽ നിന്ന് കടന്നു വന്ന് താമസിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നതൊക്കെ കണ്ടാസ്വദിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അന്നൊക്കെ എന്നെക്കാൾ ഇളയ കുഞ്ഞുങ്ങളൊക്കെ അഭിഷേകം പ്രാപിച്ചപ്പോഴും ഞാൻ പ്രാപിച്ചിട്ടില്ല. കാരണം ഇതൊക്കെ കാണുകയായിരുന്നു എനിക്ക് സന്തോഷം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, ആ നാളുകളിൽ അവരിൽ നിന്നൊക്കെ കേട്ട ആ ദൈവിക ദൂതുകളും അവരുടെ അനുഭവങ്ങളും കുഞ്ഞു പ്രായം മുതലേ എൻ്റെ ഹൃദയത്തിൽ ക്രിയ ചെയ്യുവാൻ തുടങ്ങി. ഞാൻ ഓർക്കുന്നുണ്ട്, K. എബ്രഹാം അപ്പച്ചനും CK ഡാനിയൽ അപ്പച്ചനും ഒക്കെ പറയുമ്പോൾ അവരായിരുന്ന മേഖലയിൽ നിന്ന് അവർക്ക് ദൈവം കൊടുത്ത ഭൗതിക ജോലിയൊക്കെ രാജിവെച്ച് കർത്താവിന് വേണ്ടി പൂർണ്ണ സമയം വേർതിരിയപ്പെട്ടതും കർത്താവിന് വേണ്ടി അവർ സഹിച്ച കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ പറയുമ്പോൾ അന്ന് വലിയ സന്തോഷമായിരുന്നു. കാരണം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചിലവായി കർത്താവിന് വേണ്ടി പ്രവർത്തിക്കണമെന്നൊക്കെ ആ കുഞ്ഞു മനസ്സിൽ എൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുണ്ട്. അന്നും എന്തോ എനിക്കറിയില്ല, ദൈവവചനത്തിന്റെ മുൻപിൽ വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്ന കുഞ്ഞു പ്രായത്തിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ചൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത്. ദൈവിക പദ്ധതിയുള്ള ഒരാളിനെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ദൈവം കണ്ടുവെങ്കിൽ അവൻ പുറത്തു വരുന്ന നിമിഷം മുതൽ തന്നെ അവനെ ദൈവത്തിന്റെ ഒരു പ്രത്യേക സംരക്ഷണവും കാവലും ഒക്കെ ഉണ്ടായിരിക്കുമെന്നുള്ളത് എൻ്റെ ഈ 60 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഓരോ ദിവസവും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. ദൈവം എത്ര വിശ്വസ്തനാണ്. എത്രയോ പ്രാവശ്യം ശത്രുവായവൻ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതെയാക്കുവാൻ ശ്രമിച്ച അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ കർത്താവ് ജീവനോടെ വെച്ചിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് കർത്താവ് തന്ന് ഞാൻ മരിക്കയില്ല, ജീവനോടെ ഇരുന്ന് നിന്റെ പ്രവർത്തികളെ വർണ്ണിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ ആ വാക്യം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെയും പ്രാവർത്തികമായി ഇല്ല. നാളെ ഒരു ദിവസം എനിക്കിനി ലഭിച്ചില്ലെങ്കിലും കർത്താവിന്റെ വരവിന്റെ മുൻപേ കർത്താവിനെ ഏൽപ്പിച്ചത് ചെയ്ത് അത് ആരംഭത്തെക്കാൾ നല്ലൊരു അവസാനം ജീവിതത്തിൽ പ്രാപിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള ഒരു ചെറിയ എൻ്റെ ബാല്യകാലം അങ്ങനെയായിരുന്നു. അത് വളരെ സന്തോഷമായിരുന്നു. എന്നാൽ പലപ്പോഴും എൻ്റെ മാതാവും പിതാവും അവർക്ക് ലഭിച്ച ഭൗതിക നന്മകളെല്ലാം പൂർണ്ണമായി കർത്താവിന് വേണ്ടി ചിലവിട്ടു എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ഇങ്ങനെ കണ്ടിന്യൂസ് മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ അവിടെ മീറ്റിങ്ങിന് കടന്നു വന്ന
ആരാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പ്രായമുള്ള ഒരു അപ്പച്ചൻ എൻ്റെ പപ്പായോട് ചോദിച്ചു, ജോണേ, നീ ഇങ്ങനെ നിനക്ക് 3 പെൺകുഞ്ഞുങ്ങളല്ലേ, ഇങ്ങനെ നീ പൈസ ചെലവിട്ടാൽ അവരുടെ കാര്യത്തിന് എങ്ങനെയാകുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, കുഞ്ഞുങ്ങളെ തന്നത് ദൈവമാണ്, അവരുടെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളുന്നു. ആ വാക്ക് ഇന്നുവരെയും ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമായി. ഇന്നുവരെയും ദൈവം ആർക്കും കടക്കാരനല്ലാത്തത് കൊണ്ടും അവന് വേണ്ടി എന്തെങ്കിലും ചെലവിട്ടാൽ അത് 100 ഇരട്ടിയായി കർത്താവ് മടക്കി തരുന്ന ദൈവവുമാണെന്ന് ജീവിതത്തിൽ ഓരോ ദിവസം അനുഭവിപ്പാൻ ഇടയാക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ ചെറിയ പ്രായത്തിൽ അവരുടെ സാക്ഷ്യങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ വേല ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരല്പം കഷ്ടതയൊക്കെ സഹിച്ചു വേണം കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ. എന്നാൽ ഇപ്പൊ പ്രായമായി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അനേക ദൈവദാസന്മാരുടെ ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും അവരനുഭവിച്ച നിന്ദകളും ഒക്കെ കണ്ടപ്പോ ഞാൻ ചിന്തിച്ചു, വേണ്ട, എൻ്റെ പപ്പായും അമ്മച്ചിയൊക്കെ ജോലി ചെയ്യുന്നത് പോലെ ജോലിയൊക്കെ ചെയ്ത് കിട്ടുന്ന വരുമാനം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചെലവിട്ട് നിന്നാൽ മതി എന്ന് ഞാൻ ചിന്തിച്ചു. എന്നാൽ എൻ്റെ ചെറിയ പ്രായം മുതൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു 3 വയസ്സുള്ളപ്പോൾ എന്നെ ഒരു പേപ്പെട്ടി കടിക്കുവാനിടയായി. 3 വയസ്സുള്ളപ്പോൾ അന്ന് എൻ്റെ പപ്പായും അമ്മച്ചിയും വിശ്വാസത്തിലേക്ക് വന്നിട്ടേ ഉള്ളൂ. വളരെ പ്രതികൂലത്തിന്റെ നടുവിലാണ്, ആ സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അവർ പെട്ടെന്ന് എൻ്റെ അമ്മച്ചിയുടെ വീട്, എൻ്റെ അമ്മയുടെ വീട് കുണ്ടറയാണ്, എൻ്റെ പപ്പായുടെ വീട് വെൺമണി. പപ്പായുടെ പേര് PG ജോൺ എന്നാണ്, അമ്മച്ചിയുടെ പേര് കുഞ്ഞമ്മ ജോൺ എന്നാണ്. എൻ്റെ അമ്മച്ചിയുടെ വീട്ടിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നത്. പെട്ടെന്ന് എൻ്റെ പപ്പ ഹോസ്പിറ്റലിൽ എല്ലാവരും കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്തു. ചെറിയ കുഞ്ഞല്ലേ. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു 90ാമത്തെ ദിവസം എൻ്റെ വായിൽ കൂടെ പതയും നുരയും ഒക്കെ വന്നെന്നാണ് പറയുന്നത്. പക്ഷെ മറ്റു മനുഷ്യരുടെ മുൻപിൽ അത് ചോദ്യചിഹ്നമായി മാറുമല്ലോ. പക്ഷെ അന്നത്തെ വിശ്വാസം എന്നൊക്കെ പറയുന്നത് വാസ്തവമായി ദൈവം പ്രവർത്തിക്കുമെന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന കാലങ്ങളായിരുന്നു. അന്ന് എൻ്റെ പപ്പ ആ 90ാമത്തെ ദിവസം ജീവൻ പോയി എന്ന് ചിന്തിച്ച് എടുത്ത് തോളയിലിട്ട്, അന്നത്തെ പാസ്റ്റർ, ഇന്ന് കർത്താവിന്റെ ദാസൻ ഇന്ന് ഭൂമിയിലില്ല, ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. PO ചെറിയാച്ചൻ എന്ന് പറയും, AG-യിലായിരുന്നു അപ്പച്ചൻ. അന്ന് അവര് AG ചർച്ചിലായിരുന്നു കൂടിക്കൊണ്ടിരുന്നത്. അവിടേക്ക് ഓടിച്ചെന്നു, കൈവച്ച് എൻ്റെ കുഞ്ഞു പോയി എന്ന് പറഞ്ഞാണ് പപ്പ അവിടേക്ക് കടന്നു ചെല്ലുന്നത്. എന്നാൽ അവിടെ കടന്നു ചെന്ന് കഴിഞ്ഞപ്പോ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പപ്പ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു എന്ന് പറഞ്ഞാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്നാൽ ആ സമയം മുതൽ തന്നെ, ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ ഉദരത്തിൽ ഉരുവായ സമയം മുതലേ ദൈവം ഒരു പദ്ധതിക്കായി കണ്ടിരുന്നത് കൊണ്ട് ആ ജീവനെ കർത്താവ് മടക്കി തന്നു. അതിനുശേഷം ഓരോ ദിവസവും എൻ്റെ പപ്പായും അമ്മച്ചി വളരെ പത്യോപദേശത്തിലാണ് ഞങ്ങളെ വളർത്തിയത്. കാരണം അവരറിഞ്ഞ വിശ്വാസത്തിൽ, ആ വിശുദ്ധിയിൽ, ആ വേർപാടിൽ ഒരു വാക്കുപോലും ഒരു പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കരുത് എന്ന് പറഞ്ഞ ദൈവവചനത്തിന്റെ വ്യവസ്ഥയിലും പത്യോപദേശത്തിലും ഞങ്ങളെ വളർത്തി. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ എൻ്റെ ചർച്ചില് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ചർച്ചായിരുന്നു. വളരെ ആത്മീകമായി ഞങ്ങളെ വളർത്തുന്ന, ഞങ്ങളെ ഉത്സാഹിപ്പിക്കുന്ന, തലമുറയെ വാർത്തെടുക്കുന്ന ഒരു ചർച്ചാണ് ഇന്നും. അനേക സുവിശേഷകർ ഞങ്ങളുടെ ചർച്ചിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. ഇന്ന് പറയപ്പെടുന്ന പെനിയൽ ബൈബിൾ കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരിക്കുന്ന ഡോക്ടർ ജെയിംസ് ജോർജ്, ഡോക്ടർ എബ്രഹാം ജോർജ്, എൻ്റെ ബ്രദർ സാംജി ജോൺ, അങ്ങനെ അനേക തലമുറകൾ, സഹോദരിമാരായാലും ദൈവദാസന്മാരെ ആയാലും വാർത്തെടുക്കുവാൻ ആ സഭയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഞാൻ പറയട്ടെ. ഞങ്ങളുടെ പിന്നിൽ പ്രാർത്ഥിക്കുന്ന സഭകൾ, അപ്പോൾ തന്നെ മാതാപിതാക്കൾ, സഹോദരങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഈ ക്രിസ്തീയ ജീവിത യാത്രയിൽ ഇതുവരെ നിൽക്കുവാൻ കർത്താവ് ഇടയാക്കിയത്. ഞാൻ പറഞ്ഞു വന്നത്, ആ ചെറിയ പ്രായത്തിൽ, ആ 11 വയസ്സ് മാത്രമാണ് അന്ന് എനിക്കുള്ളത്. അന്ന് ഞങ്ങളുടെ ചർച്ചിലെ പാസ്റ്റർ ആയിരിക്കുന്ന പ്രിയ അപ്പച്ചൻ ഒരു വെള്ളിയാഴ്ച ദിവസമാണ് ഉപവാസ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വന്നു. അപ്പോൾ എൻ്റെ ഭവനത്തിൽ വന്നു. പെട്ടെന്ന് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് അപ്പച്ചൻ്റെ അടുത്ത് ചെന്നപ്പോൾ അപ്പച്ചൻ എന്നെ ചേർത്ത് നിർത്തിയിട്ട് എന്നോട്, ഞാൻ പെന്തക്കോസ്ത് കുടുംബത്തിൽ വളർന്ന് ഈ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. അന്ന് അപ്പച്ചൻ എന്നോട് വാസ്തവമായി രക്ഷയുടെ സുവിശേഷം പറയുവാനിടയായി. ചെറിയ കുഞ്ഞായിരുന്നെങ്കിലും പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ ഒരു വ്യതിയാനം ഉണ്ടാകുവാനിടയായി. കർത്താവിനെ കുറിച്ച് കേട്ടപ്പോൾ കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കണമെന്ന് പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ, ആ ചെറിയ മനസ്സിൽ തോന്നി. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇന്നത്തെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളോട് അത് പറഞ്ഞാൽ എങ്ങനെ അവർ അംഗീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ വാസ്തവമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ എന്നിൽ ഉണ്ടാകുവാനും ആ സമയത്ത് കർത്താവിനെ ഞാൻ രക്ഷകനായി സ്വീകരിപ്പാനും ഇടയായി. അതിനുശേഷം 12ാമത്തെ വയസ്സിൽ ആ പ്രിയ അപ്പച്ചൻ തന്നെയാണ് എന്നെ സ്നാനപ്പെടുത്തിയത്.
ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിൽ എൻ്റെ പ്രായത്തിലുള്ള ഏകദേശം 12 കുഞ്ഞുങ്ങളെ ഒരുമിച്ചാണ് അപ്പച്ചൻ സ്നാനപ്പെടുത്തിയത്. അവരെല്ലാവരും തന്നെ ഇന്ന് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി വളരെ ശക്തമായി നിൽക്കുന്നു. ഞാൻ ഈ കഴിഞ്ഞ നാളുകളിൽ പലയിടങ്ങളിലേക്ക് കർത്താവ് ഞങ്ങളെ അയച്ചപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കടന്നു ചെന്ന പ്രിയപ്പെട്ടവരോടൊക്കെ ചേർന്ന് ദൈവത്തെ സ്തുതിപ്പാൻ കർത്താവ് അവസരങ്ങളെ തന്നു. അതിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അങ്ങനെ ആ ചെറുപ്രായത്തിലാണ് ഞാൻ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചത്. അതിനുശേഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ പശ്ചാത്തലത്തിൽ തന്നെ മുൻപോട്ട് പോകുവാൻ കർത്താവ് സഹായിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വിദ്യാഭ്യാസം കർത്താവ് എനിക്ക് തന്നു. അത് കഴിഞ്ഞ് ഞാൻ കർത്താവിന്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടാളിയെ കർത്താവ് എനിക്ക് തന്നു. എൻ്റെ 21ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നടക്കുന്നത്. തിരുവല്ലയിലെ ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലാണ്. പ്രിയപ്പെട്ടവരായിരുന്നു എൻ്റെ ഹസ്ബൻഡിന്റെ പിതാവും ഒരു സുവിശേഷകനായിരുന്നു, KM എബ്രഹാം, തിരുവല്ല ആണ്. ആ അപ്പച്ചന് വർഷങ്ങള് 65 മുതൽ 75 വരെ പാലക്കാട് വന്ന് അവർ കുടുംബമായി. അന്നത്തെ കാലത്ത് പാലക്കാട് ക്രിസ്ത്യാനികൾ തന്നെ വളരെ ചുരുക്കമാണ്, ദൈവദാസന്മാർ വിരലിൽ എണ്ണാനുള്ളവർ മാത്രമുള്ളപ്പോൾ അതിന്റെ നടുവിൽ അവര് സുവിശേഷ വേലയോടുള്ള ആഗ്രഹം, ഒരു എക്സ് മിലിറ്ററി ആളാണ് എൻ്റെ ഫാദറിലോ. എന്നിട്ടും അവര് അതൊക്കെ വിട്ട് കർത്താവിന് വേണ്ടി ഈ ദേശത്ത് വന്ന് 10 വർഷത്തോളം കർത്താവിന്റെ വേലയിലായിരുന്നു. അത് കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചില തിക്താനുഭവങ്ങൾ അറിയാമല്ലോ. പാലക്കാട് ആ കാലങ്ങളിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാനോ ഒന്ന് സഹകരിക്കുവാനോ ഒന്നും ആരുമില്ലാതെ ആയിരുന്ന സാഹചര്യത്തിൽ എൻ്റെ ഹസ്ബൻഡിന്റെ ഇളയ സഹോദരി ഇവിടെ വെച്ച് 11 വയസ്സുള്ളപ്പോൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. പ്രിയ അപ്പച്ചന്റെ പിതാവും അവരോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പച്ചനും ഇവിടെ വെച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാനിടയായി. അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ അവർക്ക് പ്രയാസമായതുകൊണ്ട് അവരെ 75-ൽ മടങ്ങി തിരുവല്ലയിലേക്ക് തന്നെ കടന്നുപോയി. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് ദൈവം എനിക്ക് ഒരു കൂട്ടാളിയെ തന്നത്. അവർ 5 സഹോദരന്മാരും ഒരു സഹോദരിയുമാണുള്ളത്. തൃശ്ശൂര് എബനേസർ പ്രിന്റേഴ്സ് എന്ന് പറയുന്ന ആ പ്രസിന്റെ ഉടമയാണ് എൻ്റെ സിസ്റ്റർ-ഇൻ-ലോയുടെ ഹസ്ബൻഡ്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, വളരെ കഷ്ടം അനുഭവിച്ച് കർത്താവിന്റെ വേല ചെയ്ത ഒരു കുടുംബമാണ് അവര്. എന്നാൽ കർത്താവ് അവരെയും ഓർത്തു. എൻ്റെ പ്രിയപ്പെട്ടവനൊക്കെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വളരെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചുവെങ്കിലും അവരെല്ലാവരും ഈ കർത്താവിന്റെ വേലയിൽ ഈ പാലക്കാട് വന്ന് അനുഭവിച്ച ആ തിക്താനുഭവങ്ങൾ കൊണ്ട് ഒരിക്കലും അവർ കർത്താവിന്റെ വേലയ്ക്ക് താല്പര്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ദൈവം ഒരാളെ നിയോഗിച്ചാൽ അല്ലെങ്കിൽ ദൈവം ഒരാളെ കണ്ട് അതിനൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതുവഴി വഴുതി മാറുവാൻ ശ്രമിച്ചാലും ദൈവം ആ വഴിയിൽ കൊണ്ടെത്തിക്കും. ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കുമെന്ന് ഞങ്ങളുടെ ജീവിതാനുഭവത്തിൽ കൂടെ അത് മനസ്സിലാക്കുവാനിടയായി. അങ്ങനെ എൻ്റെ വിവാഹം 21ാമത്തെ വയസ്സിൽ കഴിഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കർത്താവ് ഞങ്ങൾക്ക് തന്നു. വളരെ സന്തോഷമായി. ആത്മീക ഭൗതിക നന്മകളൊക്കെ കർത്താവ് തന്നു. 3 കുഞ്ഞുങ്ങളെയും കർത്താവ് ദാനമായി തന്നു. അപ്പോഴൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടേയിരുന്നു. കാര്യം എവിടെ ചെന്നിരുന്നാലും, ഏതൊരു മീറ്റിങ്ങിലായിരുന്നാലും, ഒരു ഭവനത്തിൽ ആരെങ്കിലും കടന്നു വന്നാലും ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടേയിരുന്നു. നീ കർത്താവിന്റെ വേല ചെയ്യണം, കർത്താവിന്റെ വേല ചെയ്യണം, നീ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണെന്ന് ഞങ്ങളോട് 2 പേരോട് പലപ്പോഴും സംസാരിച്ചു. എന്നെ വിവാഹം കഴിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവൻ ബഹ്റിനിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. അത് കഴിഞ്ഞ് താന് മടങ്ങി ഭവനത്തിൽ വന്നു. ഞങ്ങളെ തിരുവല്ലയിൽ ആ ചെറിയ പ്രായത്തിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഒരു ഭവനമൊക്കെ ഞങ്ങളുടെ ഇഷ്ടാനുസരണമൊക്കെ ഉണ്ടാക്കി അതിലൊക്കെ താമസിച്ച് വളരെ സന്തോഷത്തോടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലയളവിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ ആത്മീകമായി അത്ര പിന്നോക്കമല്ലെങ്കിലും കർത്താവ് പറയുന്ന ആലോചനയ്ക്ക് പൂർണ്ണമായി വിധേയപ്പെടുവാൻ കഴിയാതെ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് താൻ മടങ്ങി വന്നു. ഗൾഫിൽ നിന്നൊക്കെ മടങ്ങി വന്നതല്ലേ, ഭൗതികമായ അല്പജനക്കമൊക്കെ വന്നപ്പോൾ താൻ മറ്റൊരു ബിസിനസ്സിലേക്ക് ഏർപ്പെടുവാനിടയായി. ബിൽഡിംഗ് കൺസ്ട്രക്ഷന്റെ ബിസിനസ്സാണ് അന്ന് താൻ സ്റ്റാർട്ട് ചെയ്തത്. ആ കാലത്ത് നമ്മുടെ KP യോഹന്നാന്റെ സെമിനാരിയുടെ പണി ആരംഭിക്കുന്ന സമയമാണ്. അതിനോട് സമീപമാണ് ഞങ്ങളുടെ ഭവനം. അവിടെ ആരംഭിക്കുന്ന സമയത്ത് ആദ്യത്തെ ക്ലാസ് റൂമുകൾ 12 പണിയുവാനുള്ള കോൺട്രാക്റ്റ് ഒക്കെ താൻ എടുത്തു. ആദ്യത്തെ റൂം പണിതു. 2ാമത്തെ റൂമിന്റെ പണി ആരംഭിക്കുന്നതിന് മുൻപേ അപ്പോഴൊക്കെ ദൈവാത്മാവിന്റെ വലിയ നിർബന്ധം ഞങ്ങളുടെ മേലുണ്ട്. എന്നാലും
ആത്മീയ കൂട്ടായ്മകളൊന്നും മുടക്കത്തില്ല. വളരെ അനുഗ്രഹത്തോടെ മുൻപോട്ട് പോകുന്നു, കൊടുക്കുന്നു, കർത്താവിന് വേണ്ടി ചിലവിടുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഞാൻ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, അതുകൊണ്ടൊന്നും ദൈവത്തിന്റെ ഹിതം പൂർത്തിയായി എന്ന് നമുക്ക് പറയുവാൻ കഴിയത്തില്ല. എന്നെ തന്നെ ആയിരുന്നു, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തെ ആയിരുന്നു കർത്താവ് ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് ഒരു പരിധി വരെ കർത്താവ് ക്ഷമിച്ചു. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. യോന ഒരു പ്രവാചകനായിരുന്നു. യോനയെ കൊണ്ട് വേണം ആ നിനവാ ദേശം 1,20,000 പരം ജനം വിടുവിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിച്ചിട്ടാണ് പറഞ്ഞത്. നീ അവിടെ പോയി കർത്താവിനെ കുറിച്ച് പറയണം, അല്ലെങ്കിൽ മനം തിരിയണം എന്ന് പറയണമെന്ന്. പക്ഷെ യോന അത് തനിക്ക് ഇഷ്ടപ്പെടാഞ്ഞത് കൊണ്ട് വഴിമാറി മറ്റൊരു വഴിയിലേക്ക് പോയി. എങ്കിലും ദൈവം കൽപ്പിച്ച ചില കാര്യങ്ങൾ അവിടെ സംഭവിച്ചു എന്ന് ദൈവവചനത്തിൽ കാണുന്നു. കാറ്റടിപ്പിച്ചു, മത്സ്യത്തോട് കൽപ്പിച്ചു, ആവണക്കുണ്ടായി, ആവണക്ക് ഉണങ്ങിപ്പോയി, ആ മത്സ്യം വിഴുങ്ങി. എന്നാൽ ദൈവം ഉദ്ദേശിച്ച പദ്ധതിയിൽ തന്നെ യോന ചെന്ന് അവസാനിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ കുറിച്ച് ദൈവിക ഉദ്ദേശമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പദ്ധതി നിങ്ങളുടെ മേൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ, ഒരു ദിവസം പോലും താമസിപ്പിക്കാതെ കർത്താവിന് വേണ്ടി വേർതിരിയപ്പെടുവാൻ, ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഒരു ദിവസം മുൻപേ ദൈവിക നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും. ഇല്ല എങ്കിലും ദൈവിക പദ്ധതി അത് പൂർത്തീകരിക്കേണ്ടതിന് ദൈവം തക്ക സമയത്ത് നമ്മെ അതിനായി വേർതിരിക്കും. അത് ചില തിക്താനുഭവങ്ങളിൽ കൂടെ ഞാൻ കടന്നു പോയത് കൊണ്ടാണ് ഇത്രയും അത് തീർത്ത് പറയുവാൻ ഇടയാകുന്നത്. അങ്ങനെ ആ 3 കുഞ്ഞുങ്ങളുമായി വളരെ സന്തോഷത്തോടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കർത്താവിന്റെ ദാസി ഒരു ദിവസം എൻ്റെ ഭവനത്തിൽ കടന്നു വന്നു. ഭവനത്തിൽ കടന്നു വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നില്ല. എൻ്റെ വീട്ടിൽ എന്നെ സഹായിക്കുന്ന ഒരു സഹോദരി അന്നുണ്ട്. എൻ്റെ ഇളയ മകന് അന്ന് 1 വയസ്സ്, സെപ്റ്റംബർ 21 അവന് 1 വയസ്സ് തികയുന്നു. ആ സമയത്താണ് ഈ കർത്താവിന്റെ ദാസി കടന്നു വരുന്നത്. വലിയതൊന്നല്ല, വിദ്യാഭ്യാസമില്ല, എഴുതുവാനും വായിക്കുവാനും അറിയാത്ത ഒരു സഹോദരി, മീൻ വിൽക്കുന്ന ഒരു സഹോദരി. താന് ദൈവം കൊടുത്ത ദർശനപ്രകാരമാണ് ഭവനത്തിൽ കടന്നു വന്നതെന്നാണ് താൻ പറയുവാനിടയായത്. വളരെ ആത്മനിയോഗത്തോടെ ബൈബിളൊക്കെ കൈ പിടിച്ച് അവിടെ കടന്നു വന്ന് എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ആ സഹോദരിയോട് ചോദിച്ചു, ഇവിടുത്തെ ആളൊരു പാസ്റ്റർ ആണോ എന്ന് ചോദിച്ചു. അന്ന് ഒരു ഹിന്ദു സഹോദരിയാണ് എൻ്റെ ഭവനത്തിൽ നിൽക്കുന്നത്. ആ സഹോദരി അന്നേരം പറയുവാനിടയായി, ഇപ്പൊ പാസ്റ്റർ അല്ല, പിന്നീട് ചിലപ്പോൾ ഇനി പാസ്റ്റർ ആകുമായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, ആ ഒരു ആത്മീയ കാഴ്ചപ്പാട് പോലും പലപ്പോഴും നമ്മൾ മാറ്റിവെച്ച ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കർത്താവിന്റെ ദാസി എന്നോട് വളരെ ശക്തമായി, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ചെറുപ്രായം മുതൽ തന്നെ അനേക ദൈവദാസന്മാരുടെ ആലോചനകളും ദൈവവചനങ്ങളും കേട്ട ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ആ കർത്താവിന്റെ ദാസിയിലൂടെ അനേക ദൈവവചനങ്ങൾ വളരെ ശക്തമായി മാല കോർക്കുന്നത് പോലെ എന്നോട് സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഇടപെടുവാനിടയായി. അവസാനം ആ കർത്താവിന്റെ ദാസി ഇങ്ങനെയാണ് പറഞ്ഞത്, അനേക വിലയേറിയ ദൈവദാസന്മാരെ കൊണ്ട് നിങ്ങളോട് പലപ്പോഴും ദൈവിക ആലോചന പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ബിലെയാമിനോട് കഴുതയെ കൊണ്ട് സംസാരിപ്പിച്ച ദൈവമാണ് ഇപ്പോൾ എന്നെ കൊണ്ട് നിങ്ങളോട് സംസാരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ മുൻപിൽ വിധേയപ്പെടണം, ഇല്ല എങ്കിൽ അത് ദൈവശിക്ഷയുണ്ടാകുമെന്ന് വളരെ ശക്തമായി ഒരു മടിയും കൂടാതെ എൻ്റെ മുഖത്ത് നോക്കി ആ പ്രിയ കർത്താവിന്റെ ദാസി പറയുവാനിടയായി. എന്നാൽ ഞാൻ അത് കഴിഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ വളരെ പ്രയാസം തോന്നി. ആ കർത്താവിന്റെ ദാസി പ്രാർത്ഥിച്ച് മടങ്ങിപ്പോയി. അത് കഴിഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദന എനിക്കുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ടവൻ ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തോട് ചേർന്നൊരു എഞ്ചിനീയറുമുണ്ട്. അദ്ദേഹം പെന്തക്കോസ്തുകാരനാണ്. ഇന്ന് അദ്ദേഹം ശക്തനായ ഒരു സുവിശേഷകനാണ്. ആ കർത്താവിന്റെ അവര് രണ്ടുപേരും കൂടെ മടങ്ങി വന്നപ്പോൾ ഞാൻ വെള്ളമൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ പറയുവാനിടയായി, ഒരു കർത്താവിന്റെ ദാസി, ഞാൻ പറയട്ടെ, ആ കർത്താവിന്റെ ദാസിക്ക് ഈ അന്നനാളത്തിൽ ക്യാൻസർ വന്നിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ കിഴിച്ചിട്ട് അവർക്ക് സംസാരിക്കുവാൻ കഴിയാതെ ട്രക്കിയോസ്റ്റമി ചെയ്തിരിക്കുന്ന ഒരു സഹോദരിയാണ്. അവര് ഇങ്ങനെ അമർത്തി പിടിച്ചിട്ടാണ് അവർ സംസാരിക്കുന്നത്. കാര്യമില്ല എങ്കിൽ ഈ ശബ്ദം ക്ലിയർ ആയിട്ട് നമുക്ക് കേൾക്കത്തില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ കർത്താവിന്റെ ദാസി വന്ന് എന്നോട് പറയുന്നത്. അപ്പൊ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവനോട് പറയുവാനിടയായി, നമുക്ക് കൈക്ക് കൈ, കാലിന് കാല്, ആരോഗ്യം, നമുക്ക് പണം, ഇതെല്ലാം കർത്താവ് തന്നിട്ടും നാം കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് ആ പ്രിയപ്പെട്ടവർ അവിടെ ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഞാനിത് പറഞ്ഞത്.
എന്നാൽ അപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടവൻ അതിനത്ര വില കൽപ്പിച്ചില്ല. കാരണം തൻ്റെ പഴയ ഓർമ്മകൾ, പ്രിയ പിതാവ് കർത്താവിന്റെ വേല ചെയ്തപ്പോൾ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ അവരെ പിന്നോട്ട് വലിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഇതിനുശേഷം എൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഭാരമുണ്ടായി. ചില ദിവസങ്ങളായി എനിക്ക് മുൻപോട്ട് കടന്നു പോകുവാൻ കഴിയാത്തവണ്ണം എൻ്റെ ഹൃദയം വല്ലാതെ വേദനപ്പെട്ടു. താൻ രാവിലെ എഴുന്നേൽക്കും, താൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ബസ്സിൽ കയറ്റി വിട്ടതിന് ശേഷം അദ്ദേഹം പണിസ്ഥലത്തേക്ക് പോകും. എന്നാലും ഞാൻ ഒരു ദിവസം രാവിലെ എൻ്റെ കുഞ്ഞിനെ 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അവനെ കുളിപ്പിച്ച് ഉറക്കി കട്ടിലേക്ക് കിടത്തിയതിന് ശേഷം ആ വീട്ടിൽ സഹായിക്കാൻ വരുന്ന സഹോദരിയോട് ഞാൻ പറഞ്ഞു, ഒരല്പസമയം ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുക, എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കുഞ്ഞിനെ കിടത്തിയ കട്ടിലിന്റെ താഴെ ഞാൻ മുട്ടുകുത്തുവാനിടയായി. പക്ഷെ ഇരുന്ന് കഴിഞ്ഞിട്ട് എനിക്ക് പ്രാർത്ഥിക്കുവാനോ ഒരു വാക്ക് പറയുവാനോ എൻ്റെ വായിൽ നിന്ന് വരുന്നില്ല. അത്രമാത്രം എൻ്റെ ഹൃദയം വളരെ വേദനിച്ചു. എന്നാൽ അല്പസമയം ദൈവസന്നിധിയിൽ കരഞ്ഞതിന് ശേഷം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, നിന്റെ വേലയ്ക്ക് എന്നെ ആവശ്യമുണ്ടെങ്കിൽ, അതിന് സമയമായെങ്കിൽ അതിനൊരു മുഖാന്തരം നീ ഒരുക്കണം, അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിച്ചുകൊള്ളാം കർത്താവ് എന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് അതിന്റെ സീരിയസ്നെസ് ഒന്നും അറിയത്തില്ല. ഞാനതൊക്കെ പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയ ഒരു ആശ്വാസം തോന്നി. ഞാൻ അതിന് ശേഷം പെട്ടെന്ന് ദൈവസന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ പ്രിയ മദറിലോ ഭവനത്തിൽ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ അമ്മച്ചോട് പറയുവാനിടയായി. അത് കഴിഞ്ഞ് ഓരോ ദിവസവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പുതിയ പുതിയ ദർശനങ്ങളെന്ന് ഇപ്പോൾ ഞാൻ പറയും. അന്ന് എനിക്ക് അതിനെക്കുറിച്ച് അത്ര അറിയില്ല. നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്യുന്നതായിട്ടും കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ കടന്നു പോകുന്നതായിട്ടും അതിന്റെ മുൻപിൽ നിൽക്കുന്നതായിട്ടും ഒക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ഇങ്ങനെ കാണിപ്പാനിടയായി. ഇതൊക്കെ കണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കാന് അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചില് 2 ദിവസത്തെ കൺവെൻഷൻ വെച്ചു. എൻ്റെ ഭവനത്തിന്റെ അടുത്ത് തന്നെയാണ് കൺവെൻഷൻ നടക്കുന്നത്. കൺവെൻഷൻ നടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ ജോലി സ്ഥലത്താണ്. ആദ്യത്തെ ദിവസം കൺവെൻഷന് കടന്നു വരികയാണ്. അന്ന് എൻ്റെ വീട്ടിൽ സഹായിക്കുന്ന സഹോദരിയും വന്നില്ല. ഞാൻ പകല് ഈ ജോലിയെല്ലാം ചെയ്ത് കുഞ്ഞുങ്ങളെയൊക്കെ റെഡിയാക്കി ഞാൻ വൈകുന്നേരം കുളിച്ച് എൻ്റെ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് എന്നോട് വിളിച്ചു പറഞ്ഞു, സൈറ്റിലേക്ക് കൺവെൻഷൻ സ്ഥലത്തേക്ക് വന്നാൽ മതി, ഞാൻ അങ്ങ് വന്നോളാം എന്ന് പറഞ്ഞത്. നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങോട്ട് കടന്നുപോയി. അവിടെ കടന്നു ചെല്ലുമ്പോൾ അന്ന് കർത്താവിന്റെ ദാസൻ കാനവച്ചനാണ് പ്രസംഗിക്കുന്നത്. എല്ലാവർക്കും അറിയുമെന്ന് തോന്നുന്നു. കർത്താവിന്റെ ദാസൻ അതിരൂപൻ പാസ്റ്റർ ഫാമിലി ആയിട്ടന്ന് കൺവെൻഷൻ ഉണ്ട്. ഞങ്ങളുടെ തിരുവല്ലയിലാണ് അവരും താമസിക്കുന്നത്. അങ്ങനെ വന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടെ മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്തു. അന്ന് ഞങ്ങളുടെ പാസ്റ്റർ വന്ന് എന്നോട് പറഞ്ഞു, ഷൈനി, എന്നെ വീട്ടിൽ വിളിക്കുന്നത് ഷൈനി എന്നാണ്, ഷൈനി ഈ ബാബുവും കൂടെ ഇന്ന് കൺവെൻഷന് പാട്ട് പാടണമെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ഇല്ല പാസ്റ്റർ, ഇന്ന് എനിക്ക് പറ്റത്തില്ല, കാരണം ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു തമാശ രൂപേണ എന്നോട് പറഞ്ഞു, ഇല്ല, താമസിയാതെ 2 പേരും കൂടെ പാട്ടൊക്കെ പാടിക്കോളും എന്നൊക്കെ പറഞ്ഞ് അതൊന്നും ഒരു വലിയ സീരിയസ് ആയിട്ട് അന്ന് ഞാൻ വിചാരിച്ചില്ല. അന്ന് മീറ്റിങ്ങില് വളരെ ശക്തമായ ദൈവവചന ശുശ്രൂഷ കർത്താവിന്റെ ദാസൻ കാനവച്ചൻ ചെയ്തു. അത് കഴിഞ്ഞ് അവരെല്ലാം യാത്ര അയച്ച് ഞങ്ങൾ ഭവനത്തിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ താൻ ജോലി സ്ഥലത്ത് നിന്ന് വന്നത് കൊണ്ട് താൻ ഉപയോഗിച്ചിരുന്ന വാഹനം ഒരു ബുള്ളറ്റാണ്, അതിലേക്ക് കയറാൻ പറഞ്ഞു. ഞങ്ങൾ നാളുകളായി ഉപയോഗിക്കുന്ന വാഹനം തന്നെയാണ്. കുഞ്ഞുങ്ങളെ 2 പേരെയും ഒരാളെ ഫ്രണ്ടിലും ഒരാളെ ഇടയ്ക്കും ഒക്കെ ഇരുത്തി 1 വയസ്സുള്ള കുഞ്ഞിനെ എൻ്റെ കയ്യിൽ ഞാൻ വെച്ചു. വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പേ ഒരു ശബ്ദം പെട്ടെന്ന് കേട്ടു. അപ്പൊ ഞാൻ എന്താ ശബ്ദമെന്ന് ചോദിച്ചു തീരുന്നതിന് മുൻപേ അടിച്ച് താഴെ വീഴുവാനിടയായി. ഞാൻ ഉടുത്തിരുന്ന സാരിയുടെ തുമ്പ് വീൽ സോക്കറ്റിനകത്ത് ചുറ്റിയിട്ട് പെട്ടെന്ന് എടുത്തടിക്കുവാനിടയായി. ആ വീഴ്ചയില് എൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞ് ഇഴുകിപ്പോയി. എങ്ങോട്ടാ പോയതെന്ന് കണ്ടില്ല. ഞാൻ വീണ് എൻ്റെ ഇവിടെ മുതലേ മുറിവായി. ഈ പിരികം പറഞ്ഞുപോയി. മുറിവായിട്ട് കൈയുടെ ഇവിടെ ഇങ്ങനെ സൈലൻസർ കൊണ്ടിട്ട് പൊള്ളി. അത് കഴിഞ്ഞ് എനിക്ക് അപ്പോൾ ഫീൽ ചെയ്യുന്നതിന് മൂക്കിൽ കൂടെ ഭയങ്കര ബ്ലീഡിങ്, തലയടിച്ചതല്ലേ, ബോധം കെട്ടില്ല. പക്ഷെ എനിക്കന്ന് ഫീൽ ചെയ്യുന്ന എൻ്റെ ലെഫ്റ്റ് സൈഡിലെ അരയ്ക്ക് താഴോട്ട് എനിക്കൊന്നും അറിയാനില്ല, ഒന്നും മനസ്സിലാകാത്ത ഒരു സാഹചര്യം, ഒന്നും അറിയുന്നില്ല. പെട്ടെന്ന് ആൾക്കാർ ഓടി വന്നു. അപ്പോഴൊക്കെയും ഞാൻ ഈ മൂക്കിൽ കൂടെ വരുന്ന ബ്ലഡ് ഇങ്ങനെ ഇത് കളയുകയാണ്. മുഖത്തെല്ലാം മുറിവാണ്. പക്ഷെ കുഞ്ഞിനെ കണ്ടില്ല എന്നുള്ള ആ ഒരു ഭാരം കൊണ്ട് എല്ലാവരും കുഞ്ഞിനെ അന്വേഷിക്കാൻ തുടങ്ങി. പെൺകുഞ്ഞുങ്ങൾ 2 പേരും ഭയങ്കര കരച്ചില്. ഈ കൺവെൻഷൻ കഴിഞ്ഞ് പോയതായതുകൊണ്ട് ആൾക്കാരൊക്കെ ഓടിക്കൂടുവാനിടയായി.
പെട്ടെന്ന് പാസ്റ്റർക്ക് പുള്ളിക്ക് അന്നേരം വണ്ടിയൊന്ന് വിടാനും വയ്യ, വിട്ടു കഴിഞ്ഞാൽ എൻ്റെ ദേഹത്ത് വീഴും. അത് കാരണം ആൾക്കാർ ഓടി വന്നൊരു കത്തി കൊണ്ടുവന്ന് അത് കട്ട് ചെയ്ത് വണ്ടി നിവർക്കുമ്പോൾ എൻ്റെ പിഞ്ചു പൈതലിൻ്റെ കൈ വണ്ടിയുടെ അടിയിൽ നിന്ന് കാണാം. 1 വയസ്സ് മാത്രമുള്ള കുഞ്ഞ്, അനക്കമൊന്നുമില്ല. പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു കുഞ്ഞ് നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ചു. എന്നാൽ പെട്ടെന്ന് പ്രിയപ്പെട്ടവൻ തന്നെ പറഞ്ഞു കുഞ്ഞിനെ വലിച്ചെടുക്കാൻ പറഞ്ഞു. അവരാദ്യം അതിന് മടിച്ചു. എന്നാൽ കുഞ്ഞിനെ കൈക്ക് പിടിച്ച് വലിച്ചെടുത്തപ്പോൾ അവൻ്റെ കണ്ണ് തുറന്നിരിക്കുകയാണ്, വളരെ ഇതായിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ തന്നെയാണ് പറഞ്ഞത് അവനെ ഒന്ന് കുടയാൻ പറഞ്ഞു. അവര് കുടഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവൻ കരഞ്ഞു. അപ്പോൾ ആശ്വാസമായി, കുഞ്ഞിന് ജീവനുണ്ടല്ലോ. അത് കഴിഞ്ഞാണ് എന്നെ ശ്രദ്ധിക്കുന്നത്. പെട്ടെന്ന് എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, എന്നെ ഒന്നുകിൽ എടുത്ത് വീട്ടിൽ കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ ഹോസ്പിറ്റൽ. അപ്പോഴത്തേക്ക് വണ്ടിയൊക്കെ വിളിച്ച് എന്നെ എടുത്താണ്. എനിക്കൊന്നും ചലനശേഷി എനിക്ക് ആരുടെ ഭാഗത്തൊന്നും ലെഫ്റ്റ് സൈഡിലൊട്ടും ഇല്ല, അന്നേരം വേദനയുമില്ല. പെട്ടെന്ന് എന്നെ ഹോസ്പിറ്റലിലേക്ക് തിരുവല്ല സാഹിബിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവര് എടുക്കില്ല എന്ന് പറഞ്ഞു. അവിടുന്ന് പിന്നെ വേഗത്തിൽ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. കുഞ്ഞുങ്ങളെയൊക്കെ എവിടെയൊക്കെയാ കൊണ്ടുപോയെന്നൊന്നും അറിയത്തില്ല. അന്ന് വരെയും എൻ്റെ മകന് ഒരു ബോട്ടിൽ ഫീഡ് ചെയ്തിട്ടില്ല, 1 വയസ്സേ ആയിട്ടുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. എന്തായാലും അവിടുന്ന് ഈ ബ്ലഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് കൊണ്ട് മെഡിക്കൽ കോളേജ് വരെ കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പൊ ഏകദേശം 32 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ അവിടെ ചെന്ന് പുഷ്പഗിരി ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയി. അവിടെയുള്ള ഡോക്ടേഴ്സ് ഒക്കെ നോക്കിയപ്പം എൻ്റെ കൈയുടെ ഇത് മൊത്തം പോയിരിക്കുന്നു, പിരികം ഇത് പറഞ്ഞു പോയിരിക്കുന്നു, 10 വിരലും ഒരഞ്ഞ് തൊലി പോയിരിക്കുന്നു. ഇതെന്താണെന്ന് നോക്കുവാൻ എക്സ്റേ എടുക്കുവാനായിട്ട് എൻ്റെ കാല് പിടിച്ചു നിവർത്തുമ്പോഴാണ് ആ ഹിപ്പ് ജോയിന്റ് വിട്ടുപോയ ആ ശബ്ദം അപ്പോൾ കേട്ടു. അപ്പോൾ മുതൽ എൻ്റെ വേദന ആരംഭിക്കാനിടയായി. പിഞ്ചു പൈതലിനെ എല്ലാം ചെക്ക് ചെയ്തപ്പോൾ അവന് കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ തൊലി മാത്രം വയറിന്റെ ഭാഗത്ത്, കാര്യം ഈ 2 ടയർ ഇങ്ങനെ വന്ന് നിന്ന് അവന്റെ വയറിന്റെ അവിടെയാണ് അത് കൊണ്ടത്. അങ്ങനെ ഒരു ചെറിയ തൊലി മാത്രമേ പോയിട്ടുള്ളൂ, മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ പറയട്ടെ, അങ്ങനെ എന്നെ ഹോസ്പിറ്റലില് ആ ഒരു ദിവസം പെട്ടെന്ന് ഓപ്പറേഷൻ ആവശ്യമാണ്, ഹിപ്പ് ജോയിന്റ് വിട്ടുപോയതാണ് എന്ന് പറഞ്ഞു. വീട്ടുകാര് അറിയപ്പെട്ടവരെല്ലാം പെട്ടെന്ന് ഓടി വന്നു. എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യം. ആ രാത്രിയില് എൻ്റെ പപ്പ അമ്മച്ചിയൊക്കെ വിവരം അറിയിച്ചു. അവര് വളരെ വൈകിയാണ് കടന്നു വന്നതെങ്കിലും ഞാൻ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ പപ്പ വന്നേച്ച് എന്നോട് പറഞ്ഞു, മോളെ ഇത് വരുമ്പോഴും ഞാൻ പറയുന്നത് ഇത് സാരമില്ല, 10-15 ദിവസം കഴിയുമ്പോൾ അങ്ങ് ശരിയാവും എന്നൊക്കെയാണ് ഞാൻ എൻ്റെ പപ്പയോട് പറഞ്ഞു. പക്ഷെ എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, മോളെ ഇന്ന് രാത്രി ഞങ്ങളെ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് വിശ്രമിക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ അമ്മച്ചി എഴുന്നേറ്റിരുന്ന് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനൊരു വാചകം പ്രാർത്ഥിച്ചു, കർത്താവേ നീ ഞങ്ങൾക്ക് 4 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്, ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അതിലൊന്ന് നഷ്ടപ്പെടുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, കുഞ്ഞമ്മ എന്താ ഇങ്ങനെ പ്രാർത്ഥിച്ചതെന്ന് ചോദിച്ചപ്പോൾ അമ്മച്ചി പറഞ്ഞു, അത് എനിക്കും അറിയില്ല, അങ്ങനെ ഞാനങ്ങ് പ്രാർത്ഥിച്ചതാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാനത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം, നാളുകൾക്ക് ശേഷം ഞാൻ ഡൽഹിയിൽ ആയിരുന്നു, ഏകദേശം 23 വർഷത്തോളം കർത്താവിന്റെ വേലയിലായിരുന്നത്. അവിടെ വെച്ചൊരു ദൈവദാസൻ, നാട്ടിൽ നിന്ന് കടന്നു വന്ന ഒരു ദൈവദാസൻ ഇങ്ങനെ എന്നെ കുറിച്ചൊന്നും അറിയില്ല, ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരൻ അവിടെ ഉള്ളത് കൊണ്ട് വന്നതാണ് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക്. വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ദൂത് പറഞ്ഞപ്പോൾ പറയുവാനിടയായി, ഇത്ര വർഷം മുൻപ്, ഇത്ര മാസങ്ങൾക്ക് മുൻപ് നിന്നെ വിലാപയാത്രയായി കൊണ്ടുപോകേണ്ട ഇടത്തു നിന്ന് നിന്നെ വെടിവെച്ചത് നിന്റെ മാതാവിന്റെ ഒറ്റ വാചകത്തിലുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയുടെ വില എന്താണെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. യേശു കർത്താവ് ക്രൂശിൽ കിടന്നപ്പോഴും പറഞ്ഞത്, നിങ്ങൾ എന്നെ ചൊല്ലിയൊന്നും കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവിൻ. ഇന്ന് ആത്മീയ ഗോളത്തിൽ പോലും തലമുറകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന കുറഞ്ഞു പോകരുത്, അത് മടുത്തു പോകാതെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ നമ്മുടെ സഭകൾക്ക് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടിയൊക്കെ ഒരു പ്രാർത്ഥനയുടെ വരത്തിനായിട്ട് നമുക്ക് കർത്താവിനോട് ചോദിക്കാം. അനേക വരങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അനേക വരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവെ നിന്നോട് ചേർന്നിരുന്ന് ചിലത് പ്രാപിപ്പാൻ കർത്താവ് കൃപ ചെയ്യണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം,
പലപ്പോഴും എന്നെ ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ പ്രാർത്ഥന വലിയ കോട്ടയാണ്. പലപ്പോഴും നമ്മളത് തിരിച്ചറിയുവാൻ വൈകി പോകാറുണ്ട്. എന്നാൽ ഞാൻ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയും, എൻ്റെ പ്രിയ മാതാവ് ജോലിയുള്ള ആളായിരുന്നുവെങ്കിലും ജോലി കഴിഞ്ഞ് ഭവനത്തിൽ വന്നതിന് ശേഷം ഞാൻ കണ്ടിട്ടുണ്ട്, തനിക്ക് പോയി ഇരുന്ന് സെപ്പറേറ്റ് ചെയ്തിരുന്ന് പ്രാർത്ഥിക്കുവാനൊന്നും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ താൻ ഇരിക്കുന്ന ഇടങ്ങളിലെല്ലാം ദൈവമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധവും ഒരു പ്രാർത്ഥനാ ജീവിതവും എൻ്റെ പ്രിയ മാതാവിനുണ്ടായിരുന്നു. ഞങ്ങളുടെ ചെറുപ്രായത്തിലൊക്കെ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾ കിടക്കുന്ന കട്ടിലിന്റെ അടുത്ത് വന്നിരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവേ, നീ ഞങ്ങൾക്ക് ജോലി തന്നു, എന്നാൽ ആ ജോലി കൊണ്ട് അത് ഉപേക്ഷിച്ച് കളയുവാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. എന്നാൽ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ വേണ്ട വിധത്തിൽ എനിക്ക് കർത്താവിന്റെ വേല ചെയ്യുവാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് തന്ന 4 തലമുറകളും കർത്താവിന്റെ വേലക്കാരാകണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട്. വേണമായിരുന്നുവെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മാതാവും പിതാവും ജോലിയോടുള്ള ബന്ധത്തിലായിരുന്നു. അവർ വിചാരിച്ചിരുന്നെങ്കിൽ ഞങ്ങളെ ഒരു ജോലിയിലൊക്കെ ആക്കി വിടാമായിരുന്നു. എന്നാൽ അവർ അതിൽ കൂടുതൽ ആഗ്രഹിച്ചത് അവർ കർത്താവിന്റെ വേലക്കാരായി തീരണമെന്ന്. അവരുടെ ആഗ്രഹപ്രകാരം തന്നെ ദൈവം അങ്ങനെ തന്നെ ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ 3 പേരും കുടുംബങ്ങളായി പൂർണ്ണ സമയം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളെ ദൈവം തന്നു. അതിലെ ഞാൻ പറഞ്ഞ ഇളയ മകൻ ഇന്ന് അവനെ ഫിലദൽഫിയയില് ഒരു ചർച്ചിന്റെ പാസ്റ്ററായിട്ട് കർത്താവിന്റെ വേലയിൽ പൂർണ്ണ സമയം ആയിരിക്കുന്നു. അവനെ ചെന്ന സമയത്ത് ഒരു ജോലിയൊക്കെ അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം അവൻ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇല്ല ഡാഡി, എനിക്ക് ആ ജോലി ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എൻ്റെ കർത്താവിന്റെ വേലയ്ക്ക് ഞാൻ പൂർണ്ണ സമയം കർത്താവിന് വേണ്ടി കൊടുത്തേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് സാമ്പത്തികമായ ഞെരുക്കമോ, അറിയാമല്ലോ, അമേരിക്കയിൽ അനേക കാര്യങ്ങൾ അവർക്ക് ആവശ്യമാണെങ്കിലും അവൻ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ വിശ്വാസ ജീവിതം കണ്ടു വളർന്നവരാണ്, അതുകൊണ്ട് എനിക്കുള്ളത് മതി, ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് പൂർണ്ണ സമയം ഏൽപ്പിച്ചു കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഇന്ന് അവർ പൂർണ്ണ സമയം കുടുംബമായി 2 കുഞ്ഞുങ്ങൾ അവന് ഉണ്ട്. അവര് കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഈ പശ്ചാത്തലത്തിലൊക്കെയും വളർന്നു വന്നുവെങ്കിൽ പലപ്പോഴും യേശു കർത്താവിനെ കുറിച്ച് എനിക്ക് അറിയാമായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിനെ ഞാൻ പൂർണ്ണമായി അറിയുവാൻ ഇടയായത് എൻ്റെ ഈ ആക്സിഡന്റിന് ശേഷം. ഞാൻ ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ, പറഞ്ഞല്ലോ, പിറ്റേ ദിവസം ഞാൻ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഏകദേശം 28 ദിവസത്തോളം പുഷ്പഗിരി ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ, ആ സമയത്ത് അനേക പ്രിയപ്പെട്ടവർ, പപ്പായുടെ, എൻ്റെ അമ്മച്ചിയുടെ, എൻ്റെ മദറിലോ ഫാദറിലോ, എൻ്റെ ഫ്രണ്ട്സ്, ഒത്തിരി പേര് കാണാൻ വരുമ്പോഴൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടെ ആയിരുന്നു അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. പലപ്പോഴും അവര് ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായില്ലയോ എന്ന് പോലും അവർ ചിന്തിച്ചിരുന്നു. എന്നാൽ ആ കാലഘട്ടത്തിലൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടേയിരുന്നു. നിന്നെ ഒരു പദ്ധതിക്കായി ദൈവം ഒരുക്കുകയാണെന്ന്. ഞാൻ എഴുന്നേൽക്കുമെന്ന് ഞാൻ പോലും ചിന്തിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു അന്ന്. ഒരു ബെഡ് റിഡനായ ഒരു രോഗി, 28 വയസ്സ് പ്രായം മാത്രമേ അന്ന് എനിക്കുള്ളൂ. 3 പിഞ്ചു കുഞ്ഞുങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നതൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ആ ചെറുപ്രായത്തിൽ ഞങ്ങൾക്ക് ദൈവം തന്ന ഭൗതിക നന്മകളൊക്കെ ഒന്നൊന്നായി ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുവാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ആ കിടക്കയിൽ 1 മാസത്തിന് ശേഷം എന്നെ ഒരു സ്ട്രെച്ചറിൽ, ഒരു ആംബുലൻസിൽ എൻ്റെ ഭവനത്തിൽ കൊണ്ടുവന്നു. എന്നെ കൊണ്ട് കിടത്തി 8-8.5 മാസത്തോളം ഞാൻ ആ കിടക്കയിൽ തന്നെയായിരുന്നു. ഇന്നത്തെ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലല്ലോ. അന്നത്തെ സാഹചര്യത്തിൽ ആ ഓപ്പറേഷന് ഹിപ്പ് ജോയിന്റ് വിട്ടുപോയി, ആ ബോളും ഫ്രാക്ചർ ആയിപ്പോയി. അന്ന് മുട്ടിന്റെ താഴെ നിന്ന് ബോൺ ഗ്രാഫ്റ്റ് ചെയ്തെടുത്തൊക്കെ വെച്ചാണ് അവരത് ചെയ്തതെങ്കിലും അത് അത്രത്തോളം സക്സസ് ആയില്ല എന്നാണ് പറയുന്നതെങ്കിലും ഞാൻ പറയുന്നു, അതെന്റെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനും ഒരു മാറ്റത്തിനും ചില ആത്മാക്കളുടെ വിടുതലിനും അത് കാരണമായി തീർന്നത് കൊണ്ട് ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഇന്നും അത് അംഗീകരിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ കിടക്കയിൽ കിടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് ദർശനം കൊടുത്തും ദൈവം കൊടുത്ത ആലോചനയിൽ കൂടെയൊക്കെ അവർ ഭവനത്തിൽ വന്ന് അനേക ആലോചനകൾ പറയുവാനിടയായി. നമുക്കും അറിയാമല്ലോ, ദൈവത്തിന്റെ ആത്മാവ് എത്രയോ നാളുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അവസാനം ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ തീരുമാനിച്ചു, കിടക്കയിലാണെങ്കിലും 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് തീരുമാനിച്ചു. എനിക്ക് പറയാൻ പറ്റുമോ? സാഹചര്യം ഇതാണ്. കുഞ്ഞുങ്ങളുണ്ട്, എൻ്റെ പ്രിയപ്പെട്ടവൻ അതിനുശേഷം പുറത്തിറങ്ങുവാൻ പോലും കഴിയാത്ത സാഹചര്യം. പറഞ്ഞല്ലോ, കുഞ്ഞിന് 1 വയസ്സ് മാത്രം പ്രായമുള്ളൂ. എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് പോലെ അവനെ കൊണ്ടുപോയതാണ്. അതിനുശേഷം അവൻ എന്നെ മമ്മി എന്ന് വിളിക്കുന്നത് ഏകദേശം ഒരു 4 വയസ്സൊക്കെ ആയതിനു ശേഷമാണ്. കാരണം അവന്റെ മമ്മിയും ഡാഡിയും എല്ലാം ഡാഡി തന്നെയായിരുന്നു. അവന് വേണ്ടുന്നത് എല്ലാം ചെയ്തു കൊടുക്കുന്നത്. വേറെ ആരുടെ അടുത്ത് അവൻ പോകില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടി. പകൽക്കാലത്ത് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്നു. 2 കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോകണം. അപ്പോൾ തന്നെ സഹായത്തിന് ആളുണ്ടെങ്കിലും എൻ്റെ പപ്പ പറഞ്ഞു, ബാബു ഒരു കാര്യം ചെയ്യാം,
കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലോ, അവളെ ശുശ്രൂഷിക്കാനായിട്ട് ഒരു ഹോം നേഴ്സിനെ നമുക്ക് വെക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഇല്ല പപ്പ, ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്, അത് ഞാൻ പൂർണ്ണമായി സന്തോഷത്തോടെ ചെയ്യുമെന്ന് പറഞ്ഞ് താൻ തന്നെയാണ് എൻ്റെ കിടക്കയിലെല്ലാം എന്നെ ശുശ്രൂഷിച്ചത്. കർത്താവ് എന്നെ ജീവനോടെ ശേഷിപ്പിച്ചു. കർത്താവ് എന്നെ ഇത്രത്തോളം ആരോഗ്യത്തോടെ നടത്തുന്നു എന്നുള്ള പ്പോൾ തന്നെ അത് പറയാതിരിക്കാൻ എനിക്ക് കഴിയത്തില്ല. എൻ്റെ പ്രിയപ്പെട്ടവന്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും ആ സംരക്ഷണവും അവരുടെ കരുതലും കൊണ്ടുകൂടെയാണ് ഞാൻ ഇന്ന് ഇത്രത്തോളം ആരോഗ്യത്തോടെ ആയിരിക്കാൻ ഇടയാകുന്നത്. അതും ദൈവം എനിക്ക് തന്ന വലിയൊരു ഭാഗ്യം തന്നെയാണ്. അങ്ങനെ കർത്താവിന്റെ ദാസൻ അന്ന് എന്നെ ശുശ്രൂഷിക്കുകയും ഒക്കെ ചെയ്തൊരു 8-8.5 മാസമായി കഴിഞ്ഞപ്പോഴാണ് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ തന്നെ എനിക്ക് കഴിയുന്നത്. അത് കഴിഞ്ഞ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാലിൽ കിടന്ന പ്ലാസ്റ്റർ ഒക്കെ കട്ട് ചെയ്തു. പക്ഷെ ഫിസിയോതെറാപ്പി ചെയ്യുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലായിരുന്നു എനിക്കിത് കംപ്ലീറ്റ്ലി ഇതായിട്ടില്ല എന്ന്. അതുകൊണ്ട് അവരെന്നെ നിർബന്ധിച്ചൊന്നുമില്ല. ആ സമയങ്ങളിലാണ് ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി എൻ്റെ പ്രിയപ്പെട്ടവരോടും ഇടപെടുവാനിടയായി. കാരണം ഇനി വേറൊരു മാർഗമില്ല, ഇനി നീ ആയുധം വെച്ച് കീഴടങ്ങണമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാനിടയായി. താൻ ആ സമയത്താണ് കർത്താവിന് വേണ്ടി താൻ പൂർണ്ണമായി വേർതിരിയപ്പെടുന്നതും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നതും. അന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് വാഹനങ്ങള്, സ്ഥലം, ഞങ്ങളുടെ വീട് ഇതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊന്നും പിന്നെ ചിന്തിച്ചില്ല. കർത്താവിന് വേണ്ടി പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് താൻ നോർത്ത് ഇന്ത്യയിലേക്ക്, താൻ ബോംബെയിലായിരുന്നു ആദ്യമായിരുന്നു, അതുകൊണ്ട് തനിക്ക് പരിചയമുള്ള സ്ഥലമാണല്ലോ എന്ന് വിചാരിച്ച് ബോംബെയിലേക്ക് കടന്നുപോയി തന്നെ ഒരു റൂമും കാര്യങ്ങളും ഒക്കെ ക്രമീകരിച്ച് മടങ്ങി വന്ന് ഞങ്ങളെ കൂടെ അങ്ങ് കൊണ്ടുപോകാമെന്നൊക്കെ താൻ ചിന്തിച്ചു. ഇപ്പൊ ഞാൻ എഴുന്നേറ്റ് നടക്കാറൊന്നും ആയിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും അനേക നാളുകൾക്ക് മുൻപ് ദൈവം വലിയ ആലോചനയുടെ നിവൃത്തി എന്ന വണ്ണം ഞങ്ങളെ നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിലേക്ക് ഒരു ചർച്ചിലേക്ക്, അന്ന് വരെ അങ്ങനെ ഒരു പരിചയമില്ല, ഒരു ചർച്ചിലേക്ക്. ചർച്ച് എന്ന് പറഞ്ഞാൽ ഒരു 8-9 പേര് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. നോർത്ത് ഇന്ത്യയിലെ കാര്യം അറിയാമല്ലോ. ആ സാഹചര്യങ്ങളിൽ 10-30 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞു. അവിടെ കടന്നു പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അങ്ങനെ ഒരു നിയോഗവും ഇന്ന് ഭൂമിയിൽ ഇല്ല. കർത്താവിന്റെ ദാസൻ TG കോശ് സാറ് ആണ് അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് അവിടേക്ക് തരുവാനിടയായത്. ഒന്നും കാണാതെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകുവാൻ തീരുമാനിച്ചു. ഞാൻ എഴുന്നേറ്റിട്ടില്ല, ഇതൊന്നും ചെയ്തിട്ടില്ല. കർത്താവിന്റെ ദാസൻ TG കോശ് സാറ് അമ്മയും ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിച്ചാണ് ഞങ്ങളെ വിടുന്നത്. അപ്പോഴും എന്നോട് ചോദിച്ചു, മോളെ, നിനക്ക് നോർത്ത് ഇന്ത്യയെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ? നീ ഇന്ന് വരെ ജീവിച്ച സാഹചര്യം അല്ലാതെ നീ പോകുവാൻ തീരുമാനിച്ചോ എന്നൊക്കെ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്വർഗീയ ദർശനത്തിന് ഇനി ഞാൻ അനുസരണക്കേട് കാണിക്കില്ല എന്ന് പറഞ്ഞു. അന്ന് എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, മോളെ, നീ ഇതുവരെ ജീവിച്ചത് സാഹചര്യം ഒന്നുമല്ല, നീ നോർത്ത് ഇന്ത്യയെ കുറിച്ച് നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ഇല്ല പപ്പ, ഇനി അതിന് ഞാൻ അനുസരണക്കേട് കാണിക്കില്ല. കർത്താവ് എന്നെ എവിടെ അയക്കുന്നോ, എവിടെയായിരുന്നാലും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ കുടുംബമായി, പിഞ്ചു കുഞ്ഞുങ്ങളുമായി, 3 കുഞ്ഞുങ്ങള്. മൂത്താളിന് അന്ന് 6 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ, രണ്ടാമത്തെ ആളിന് 4 വയസ്സ്, കൊച്ചു കുഞ്ഞിന് 1 വയസ്സ് കഴിഞ്ഞിട്ടുള്ളൂ, 1.25 വയസ്സാകുന്നു ആ സമയം ആകുമ്പോഴത്തേക്കും. അങ്ങനെ ഞങ്ങള് ഒരു മെയ് മാസം 93-ലാണ്, 92-ല് മോനുണ്ടാകുന്നു, 93-ലാണ് ആക്സിഡന്റ്, 94-ല് ഞങ്ങള് കുഞ്ഞുങ്ങളുമായിട്ട് ഒന്നും കാണാതെ, എൻ്റെ പപ്പ എന്നോട് പറഞ്ഞു, അബ്രഹാം പോയതുപോലെ ആണല്ലോ നീ പോകുന്നതെന്ന് പറഞ്ഞ് ഞങ്ങളെ ഒരു മരണ വീട്ടിൽ നിന്നൊരു ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകുന്ന പോലെ ഒരു ഫീലായിരുന്നു ഞങ്ങള് വണ്ടി കയറുമ്പോഴുണ്ടാകുന്നത്. അങ്ങനെ ഒന്നും കാണാതെ ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ഡൽഹിയിലേക്ക് കടന്നു ചെന്നു. അവിടെ കടന്നു ചെല്ലുമ്പോൾ അതിഭയങ്കരമായ ചൂട് സമയത്താണ് ഞങ്ങൾ കടന്നു ചെല്ലുന്നത്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ കടന്നു പോയപ്പോൾ പലരും പറഞ്ഞു അവരധികമാകുന്നതിന് മുൻപേ മടങ്ങി വരും, കാരണം അവരുടെ സാഹചര്യം പ്രതികൂലമാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ പറയട്ടെ, നീട്ടി പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു പോകേണ്ടി വരും. നീണ്ട വർഷങ്ങൾ, 22-23 വർഷങ്ങൾ ദൈവം ഞങ്ങളെ കുടുംബമായി ആ ദേശത്ത് നിർത്തി. ഒന്നും കണ്ടുകൊണ്ടല്ല. ഞങ്ങൾ ചെന്ന ദിവസം തന്നെ ഞങ്ങൾ ചെല്ലുന്നത് 1:30-ക്കാണ് KK എക്സ്പ്രസ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നത്. അവിടുന്ന് ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി. കരോൾ ബാഗിലാണ് അന്ന് ഞങ്ങൾ ആദ്യം ചെല്ലുന്നത്. ആ ചെന്ന സ്ഥലത്ത് ചെന്ന് വൈകുന്നേരം 6 മണി വരെ ഞങ്ങൾ കൊണ്ടുപോയ പെട്ടിയുടെ പുറത്തിരിക്കുക. കാര്യം റൂമില്ല, അങ്ങനെ ഒരു റൂം ക്രമീകരിച്ചിട്ടില്ല. പിന്നെ ഞങ്ങൾ ചെന്ന് നമ്മളുടെ ദൈവം തന്ന ആ ഭൗതിക നന്മകളൊക്കെ ഉപയോഗിച്ച് അവിടെയുള്ള പ്രിയപ്പെട്ടവരുടെ ചേർന്ന് വേഗം റൂം കണ്ടുപിടിച്ച് 6 മണിക്ക് ശേഷമാണ് അങ്ങനെ ഒറ്റ റൂമിലുള്ള താമസം സ്റ്റാർട്ട് ചെയ്യുന്നത്. വെള്ളത്തിന്റെ പ്രശ്നം, എൻ്റെ ശാരീരിക ക്ലേശം, ഒരു യൂറോപ്യൻ ക്ലോസറ്റ് ഒന്നും ഇല്ല,
കോമൺ ആയിട്ടുള്ള ബാത്റൂം ഇതെങ്ങനെ ആയി എന്ന് ഇപ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ ദൈവം വളരെ അത്ഭുതകരമായി നടത്തി. അതിങ്ങനെ വളരെ കാര്യങ്ങൾ പറയുവാനുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ യേശു കർത്താവിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാമായിരുന്നു. അനേകർ പറഞ്ഞു കേട്ട് ഞാൻ നല്ല പോലെ എനിക്കറിയാം. പക്ഷേ എൻ്റെ ക്രിസ്തീയ ജീവിത യാത്രയിൽ എൻ്റെ വിശ്വാസം വർദ്ധിച്ചതും എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചതും എൻ്റെ കർത്താവ് ആരാണെന്ന് ഞാൻ വാസ്തവമായി കണ്ടതും നോർത്ത് ഇന്ത്യയിലെ സുവിശേഷ വേലയുടെ കാലഘട്ടങ്ങളിലാണ്. ഞാൻ ഇന്നിപ്പോ പാലക്കാട് വന്നിട്ട് 10 വർഷമായിട്ടുണ്ട്. ദൈവം ആവശ്യമായ നന്മകളൊക്കെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ പ്രിയപ്പെട്ടവനോട് പറയുവാനിടയായി, ഇനിയും കർത്താവിന്റെ വേലയോടുള്ള ബന്ധത്തിൽ നോർത്ത് ഇന്ത്യക്ക് പോകാൻ ഒരു അവസരം ഉണ്ടായ നിശ്ചയമായി ഞാൻ പോകാൻ റെഡിയാണെന്ന് പറയുവാനിടയായി. കാരണം പ്രായമൊക്കെ ആയി വരുന്നു, ശരിയാണ്. ശാരീരികമായി ഇന്ന് ഞാൻ ബലഹീനയാണ്. എങ്കിലും ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ഒരു ആത്മസംതൃപ്തിയും ഒന്നും പിന്നീട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, കഷ്ടതയും വേദനയും പട്ടിണിയും നിന്ദയും അപമാനങ്ങളും ഒക്കെ ഉണ്ട്. പട്ടിണി എന്നൊക്കെ പറയുന്നത്, എൻ്റെ പപ്പയാണെങ്കിൽ എൻ്റെ ചെറുപ്രായത്തില് ഉപവസിക്കുവാൻ പോലും സമ്മതിക്കാത്ത ഒരാളായിരുന്നു. എൻ്റെ പപ്പ പറയുമായിരുന്നു, നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ഉപവസിച്ചോളാൻ പറയുമായിരുന്നു. അങ്ങനെ ജീവിച്ച സാഹചര്യത്തിൽ നിന്ന് ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ഞാനിത് പറയുന്നത്. എൻ്റെ കർത്താവ് ഇന്നും ജീവിക്കുന്നുവെന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയുവാൻ കഴിയും. കാരണം 28 ദിവസങ്ങൾ വരെ ഭക്ഷണമില്ലാതെ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഗ്ലാസ് പാല് കൊടുക്കുവാനില്ലാതെ, പാലെന്നുള്ളത് പോയിട്ട് ഒരു കട്ടൻ കാപ്പി ഇട്ട് കുടിക്കുവാനില്ലാതെ, വെറും വെള്ളം, എൻ്റെ മോനെന്ന് ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കാലമാണ്, വെറും വെള്ളം ഞാൻ പൈപ്പിൽ നിന്ന് പിടിച്ചു കൊടുത്ത് സന്ദർഭങ്ങളുണ്ട്. എഴുന്നേൽക്കുവാൻ കഴിയാത്ത ക്ഷീണം, ശാരീരികമായ ക്ഷീണം. അന്നൊരു കട്ടില് ലഭിച്ചിട്ടില്ല, എനിക്ക് തറയെ കിടക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇതൊക്കെ എങ്ങനെ ഓവർകം ചെയ്തു എന്ന് പലപ്പോഴും ഞാൻ ദൈവസന്നിധിയിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ കർത്താവിന് വേണ്ടി ഒരല്പമെങ്കിലും അത് സഹിക്കുവാൻ കർത്താവിന്റെ ജീവിതത്തിൽ ഇടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഈ ലോകത്തിൽ എന്ത് ചെയ്താലും, നാം എന്തെല്ലാം കൊടുത്താലും, അതിനൊന്നും ആ കൊടുക്കുമ്പോഴുള്ള സ്നേഹമല്ലാതെ, അല്ലെങ്കിൽ കൊടുക്കുമ്പോഴുള്ള ആ ഒരു ഇതല്ലാതെ ഒന്നും നമുക്ക് ലഭിക്കത്തില്ല. എന്നാൽ എൻ്റെ കർത്താവിന്റെ നാമനിമിത്തം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുവാൻ കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ട് എന്ന് ദൈവവചനം തന്നെ നമ്മോട് പറയുന്നുവല്ലോ. അത് പറയുന്നതല്ല, ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിപ്പാൻ കർത്താവ് കൃപ നൽകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് പഠിപ്പിച്ച്, കേരള സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അവർക്ക് പലരും ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ ഭവനത്തിലുള്ളവരൊക്കെ പറഞ്ഞു, അവിടെ ചെന്ന് ഈ കേരള സ്കൂൾ എന്ന് പറയുമ്പോൾ അന്നത്തെ സമയത്ത് ഇംഗ്ലീഷിന് വലിയ സ്റ്റാൻഡേർഡ് ഇല്ല, മലയാളികളല്ലേ, അവരെ മലയാളം ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, അതിനുള്ള സാമ്പത്തിക ശേഷിയെ ഇന്നിപ്പൊ കർത്താവ് തന്നിട്ടുള്ളൂ. എന്നിട്ട് പോലും എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേരും ക്ലാസ് പാസ്സായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പ്രൊമോഷൻ കൊടുക്കാതിരുന്ന കാലഘട്ടവും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അവരുടെ ഫീസ് അടയ്ക്കുവാൻ കഴിയാതെ. ഇതൊക്കെ അനേക ദൈവദാസന്മാരുടെ ജീവിതത്തിലുള്ള കാര്യം തന്നെയാണ്. എങ്കിലും എന്നെ നടത്തിയ വിധങ്ങൾ എനിക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഇന്നും അങ്ങനെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ, വേദനിക്കുന്നവരുണ്ടെങ്കിൽ, എൻ്റെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിന് ഒരു ക്രമീകരണം ചെയ്യുവാൻ കഴിയുന്നില്ല എന്ന് ഭാരപ്പെടുന്നെങ്കിൽ, നിശ്ചയമായി ഞാൻ പറയട്ടെ, നമ്മുടെ കർത്താവ് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. മനുഷ്യൻ വാക്കുമാറും, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മാറിപ്പോകും. പലപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ചിലർക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഉണ്ടല്ലോ, ദൈവം ചില സന്ദർഭങ്ങളിൽ അത് അനുവദിക്കത്തില്ല. കാര്യം എന്താണെന്നറിയാവോ? ദൈവത്തിന്റെ മഹത്വം ദൈവം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. എന്താ പൂർണ്ണമായി സങ്കീർത്തനക്കാരൻ പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. ഇതൊക്കെ ദൈവത്തോട് ചേർന്നിരുന്നാൽ ഉണ്ടാകുമെന്ന് എൻ്റെ ജീവിതത്തിന്റെ അനുഭവത്തിൽ കൂടെ അത് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ മാത്രമല്ല, മറ്റുള്ളവർ, കുടുംബത്തിലുള്ളവർ, പ്രിയപ്പെട്ടവരൊക്കെ ഇന്ന് ഞങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയുവാൻ കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങനെ കുഞ്ഞുങ്ങൾ അവിടെ പഠിച്ചു വന്നപ്പോൾ ഞങ്ങൾ ചിന്തിച്ചു, അവരൊന്ന് പഠിച്ച്, ഡൽഹിയല്ലേ, അത്യാവശ്യം ലാംഗ്വേജ് ഒക്കെ അവർ പഠിച്ചു കഴിഞ്ഞപ്പോ മനസ്സിലായി, 12ാം ക്ലാസ് കഴിഞ്ഞ് ഒന്നെങ്കിൽ എവിടെങ്കിലും ഒരു ജനറൽ നഴ്സിംഗ്, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൾ സെന്റർ, എന്തെങ്കിലും ജോലിക്ക് നോർത്ത് ഇന്ത്യ ആയതുകൊണ്ട് പറ്റുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, മാനുഷികമായി ഞങ്ങളുടെ ചിന്തകൾ അങ്ങനെ ആയിരുന്നെങ്കിലും നമ്മുടെ വഴികളെക്കാൾ, നമ്മുടെ വിചാരങ്ങളെക്കാൾ ദൈവത്തിന്റെ വഴികളും വിചാരങ്ങളും ഉയർന്നതാണെന്ന് ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവിപ്പാനിട നൽകുന്നു. എൻ്റെ മൂത്ത മകള് 12ാം ക്ലാസ് പാസ്സായി, നല്ല മാർക്കോടുകൂടെയാണ്. അന്നത്തെ ഒരു ട്യൂഷനോ ഒന്നുമില്ലാതെ 96-98% മാർക്കോടുകൂടെ പാസ്സായി. അടുത്തൊരു കാര്യം എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കൊരു തീരുമാനമൊന്നും വന്നില്ല. കാരണം ഒന്നും ചെയ്യുവാൻ നമുക്ക് സാഹചര്യമില്ല.
ആ സമയത്താണ് എൻ്റെ ഇളയ സിസ്റ്റർ US-ലാണ്. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഷൈൻമാമ ഒരു കാര്യം ചെയ്യും, അവളെ നേഴ്സിംഗ് പഠിപ്പിക്കാൻ വിട്, അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അവളെ ഇവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്കൊരു ഒരു അനുഗ്രഹമാകുമല്ലോ എന്ന് ചിന്തിച്ചു. പക്ഷെ അപ്പോഴും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതിനൊക്കെ മുന്നേ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പഠിച്ചതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടായിരിക്കും അവൾ പഠിക്കുന്നത്. ഞാൻ BCom ആയിരുന്നു, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു CA ചെയ്യണമെന്ന്. പക്ഷെ അന്നത്തെ സാഹചര്യക്കുറവ് കൊണ്ടല്ല, പെട്ടെന്ന് എന്റെ കല്യാണം കഴിഞ്ഞു. പിന്നെ അങ്ങനെ അങ്ങ് ആയതുകൊണ്ട് എനിക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം കിടപ്പുണ്ട്. ഈ ദൂത് പറഞ്ഞപ്പോ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു, കർത്താവേ എന്തായി പറയുന്നത്? അത് എന്റെ ഉള്ളിൽ ഞാൻ സംഗ്രഹിച്ചു. അതുകൊണ്ട് ഈ നഴ്സിംഗ് എന്നുള്ളത് എന്റെ മനസ്സിൽ നിന്ന് വിട്ടു. ഞാൻ അവളോട് ചോദിച്ചു, മോക്ക് എന്ത് പഠിക്കണം എന്ന് പറഞ്ഞു. മമ്മി, എനിക്ക് മെഡിക്കൽ ലൈനിൽ പോകാൻ ഒട്ടും താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, നിനക്ക് പഠിക്കാൻ പറ്റുന്നത് പഠിച്ചു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ കോമേഴ്സ് എടുത്തോളാം, അക്കൗണ്ടൻസി മതി എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അതും പഠിച്ചു, നല്ല മാർക്കോടെ അവൾ പാസ്സായി. അങ്ങനെ അവള് ഒരു കോളേജിൽ അഡ്മിഷനായി. BCom-ന് അഡ്മിഷൻ ആകുന്നതിനൊക്കെ മുൻപേ അവള് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കർത്താവിന്റെ ദാസി, ഇന്ന് അറിയുമായിരിക്കും, കർത്താവിന്റെ ദാസി റംല തോമസ് എന്ന് പറയുന്ന സഹോദരി എന്റെ ഭവനത്തിൽ ഡൽഹിയിൽ കടന്നു വന്ന് ഇവരെ കണ്ടില്ല, കുഞ്ഞുങ്ങളെ അന്നേരം കാണുന്നില്ല, സ്കൂളിൽ പോയിരിക്കുകയാണ്. അന്ന് എന്നോട് ഞങ്ങൾ ഒരല്പസമയം പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, മൂത്ത പൈതലിൽ കൂടെ ദൈവം ഒരു വലിയ നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്, അവളുടെ ഉപരിപഠനം വിദേശത്തായിരിക്കും എന്ന്. അവൾ 18 വയസ്സുള്ളപ്പോൾ ദൈവം അവളെ ഇവിടുന്ന് അയക്കും, അവളുടെ വിവാഹം അവിടെ ആയിരിക്കും എന്നൊക്കെ എന്നോട് ദൂത് പറഞ്ഞു. ഞാൻ ഇതെന്റെ മനസ്സിൽ കൊണ്ടു. അവസാനം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇത് ഉദാസീനമായി നിങ്ങൾ അത് തള്ളിക്കളയരുതെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിചാരിച്ചു, എന്താ കർത്താവ് ഇങ്ങനെ പറയുന്നത്? ഇതൊക്കെ കഴിഞ്ഞ് 18 വയസ്സ് ആയില്ല അവള്. 17 വയസ്സായപ്പോഴേ 16 വയസ്സ് കഴിഞ്ഞപ്പോഴേ അവള് 12th പാസ്സായി. അവള് ചെറിയ പ്രായം മുതൽ അങ്ങനെ ഒരു 2.25 വയസ്സായപ്പോ KG-യിൽ പോയതാണ്. ആ കാലത്ത് ഞാനൊരു സ്കൂളിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് അവളെ എൻ്റെ കൂടെ സ്കൂളിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് അവള് പഠിച്ചു തുടങ്ങിയത്. ഞാൻ പറഞ്ഞത്, ആ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇത് പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്, ഇവളും കേട്ടിട്ടുണ്ട്, ഇവളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം ഇവള് കോളേജിൽ ഇരിക്കുമ്പം അവരുടെ ഒരു ക്യാമ്പസ് ഇന്റർവ്യൂ വന്നു. ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിട്ടേ ഉള്ളൂ. ക്യാമ്പസ് ഇന്റർവ്യൂ വന്നപ്പോ 256 കുട്ടികളോ മറ്റോ ഉണ്ട് ആ സെമിനാറിൽ. എന്നാല് ഇവരിൽ നിന്ന് 2 പേരെ അവർ സെലക്ട് ചെയ്തു. ഒന്ന് ഒരു സിസ്റ്ററാണ്, ഒന്ന് മോളെയാണ്. അന്ന് ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ വീട്ടിലില്ല, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവള് ഞങ്ങളോട് ഇത് പറഞ്ഞതുമില്ല. വീട്ടിൽ വന്നേച്ച് വൈകിട്ട് എൻ്റെ പപ്പ ഫോൺ ചെയ്തപ്പോ പപ്പയോട് പറഞ്ഞു, പപ്പ എനിക്ക് അമേരിക്കയ്ക്ക് പോകാൻ ഒരു ചാൻസ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ പപ്പ തമാശ രീതിയിൽ എന്നെ വിളിച്ചു പറഞ്ഞു, എന്തു വടി അവള് പറഞ്ഞത്? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല പപ്പ, എന്നോടൊന്നും പറഞ്ഞില്ല അവള് എന്ന് പറഞ്ഞു കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, എന്തായാലും നീ എന്തോ അത് ചോദിക്കാം അവളോടെന്ന് പറഞ്ഞു. ഞാൻ അവളോട് ചോദിച്ചെന്നെ അവൾ എന്നോട് പറഞ്ഞ മറുപടി, മമ്മി നമ്മളെ കൊണ്ടൊന്നും ഇതൊന്നും പറ്റത്തില്ല, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു. പെട്ടെന്ന് ദൈവാത്മാവ് പറഞ്ഞത് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഉദാസീനമായി തള്ളിക്കളയരുതെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് ചെയ്യാം, ബാക്കി കാര്യം കർത്താവ് ചെയ്യട്ടെ എന്ന്. ഞാൻ വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവനാമ മഹത്വത്തിനായിട്ട് പറയട്ടെ. അവൾക്ക് ജൂലൈ മാസം 13-ാം തീയതി 18 വയസ്സ് തികഞ്ഞു. ജൂലൈ മാസം 31-ാം തീയതി അവൾ അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിനായിട്ട് കടന്നു പോകുവാനിടയായി. ഒത്തിരി കാര്യങ്ങൾ അതിന്റെ പിന്നിൽ പറയാനുണ്ട്. ഞാൻ ഭൗതിക വിഷയത്തെക്കുറിച്ച് പറഞ്ഞതല്ല, പരമാർത്ഥമായി നമ്മൾ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയാൽ കർത്താവ് നമ്മുടെ കാര്യം നോക്കിക്കൊള്ളൂ എന്നുള്ളതിന് യാതൊരു സംശയവും ഒരു സാധ്യതയും ഇല്ലാത്തടത്ത്. ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ പിന്നിൽ എനിക്ക് പറയാനുണ്ടെങ്കിലും ആ സമയം വളരെ മുൻപോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയട്ടെ. വളരെ പ്രയാസമേറിയ സാഹചര്യമായിരുന്നുവെങ്കിൽ ഇന്ന് അവള് 18 വർഷത്തിന് മേലായി ഇന്ന് അമേരിക്കയുടെ പ്രദേശത്ത് കുടുംബമായി ആയിരിക്കുന്നു. 3 കുഞ്ഞുങ്ങളെ കർത്താവ് കൊടുത്തു. ദൈവത്തിന്റെ ആലോചന എന്നോട് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് അമേരിക്കയിൽ അവൾ ഒരു CPA ആണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കമ്പനിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവൾ ആയിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ കുഞ്ഞുങ്ങളോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നാളുകളിൽ പോലും അവരോട് പറയുമായിരുന്നു, ഇതൊക്കെ മാറി നിങ്ങളുടെ കയ്യിൽ കർത്താവ് സാമ്പത്തിക നന്മകൾ തരുമ്പോൾ കഷ്ടപ്പെടുന്നവരെ, വേദനപ്പെടുന്നവരെ ഒക്കെ ഓർക്കണം, അവർക്ക് വേണ്ടി നിങ്ങളുടെ കൈ തുറക്കണമെന്ന് പറഞ്ഞ് പലപ്പോഴും ഈ നാളുകളിൽ അത് കണ്ട് സന്തോഷിപ്പാനും കർത്താവ് കൃപ നൽകുന്നു. അനേകർക്ക് വേണ്ടി അവരിൽ കൂടെ ചെയ്യുന്ന നന്മകളെ ഓർത്തും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ 2ാമത്തെ മകളും അവളും പഠിച്ചു. എന്നാൽ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, അവളുടെ പേരിന് മുൻപും പിൻപും അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തേ വായിക്കാൻ പറ്റുള്ളൂ. അന്നൊക്കെ നമ്മുടെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഒരു സാഹചര്യവും ഇല്ലാത്ത കാലം. എന്നാൽ ഇന്ന് ഞാൻ അത് വിവരിക്കുന്നില്ല. ഞാൻ പറയട്ടെ, അവള് ഇന്ന് ഒരു ഡെന്റൽ ഡോക്ടറാണ്.
സ്വന്തമായി ക്ലിനിക്കും അല്ലാതെയും ഒക്കെ ആയിട്ട് അവളും കുടുംബമായി അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ പോന്നു. അവൾക്കും ദൈവം ഒരു കുഞ്ഞിനെ കൊടുത്തു. ഇത് കഴിഞ്ഞ് മോനെ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയൊക്കെ വളരെ ബുദ്ധിമുട്ടി പഠിച്ച ആളാണ്. കാരണം അവന് ബുദ്ധിയില്ലാഞ്ഞിട്ടല്ല, അവൻ പേപ്പറിൽ എഴുതുമ്പോൾ ഒന്നും വരത്തില്ല. ഓൾറെഡി അവന് മിക്ക എന്നുള്ള പ്രശ്നം ഉണ്ടായിരുന്നുണ്ട്. ആൾക്കാരെ ഫേസ് ചെയ്യാൻ അവന് വലിയ ബുദ്ധിമുട്ടായിരുന്നു, വളരെ പ്രയാസമായിരുന്നു. 7ാം ക്ലാസ് വരെ എത്രമാത്രം നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയില്ല, 7ാം ക്ലാസ് വരെ അവന്റെ പേര് പോലും അവന് എഴുതുവാൻ അറിയത്തില്ലായിരുന്നു. അത്ര ബുദ്ധിമുട്ട്. ഞാൻ ഓരോ ദിവസവും സ്കൂളിലെ പ്രോഗ്രസ് റിപ്പോർട്ടിന് ചെല്ലുമ്പോൾ എന്നെ പെൺമക്കളെ പഠിപ്പിച്ച ടീച്ചേഴ്സ് തന്നെയാണ് അവളെയും പഠിപ്പിക്കുന്നത്, അവനെയും പഠിപ്പിക്കുന്നത്. അവരെന്നോട് ചോദിച്ചിട്ടുണ്ട്, മാഡം എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ, അവൻ ആളും എടുക്കാനാണ്, പക്ഷെ പേപ്പറിൽ വരുമ്പോ ഒന്നുമില്ല. അപ്പോഴൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞിരുന്നു, അവനൊരു ചേഞ്ച് കർത്താവ് വരുത്തും, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. ഒരിക്കൽ പോലും അവനെ നീ മാർക്ക് കുറഞ്ഞത് എന്താന്ന് ചോദിച്ച് അവനെ വഴക്ക് പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമെങ്കിലും ഞാൻ പറയുകയാണ്, ദൈവം വിശ്വസ്തനാണ്. ദൈവിക ആലോചനയ്ക്ക് പൂർണ്ണമായി കണ്ണടച്ച് വിശ്വസിച്ച് അത് ദൈവാലോചനയാണെന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നിശ്ചയമായി ഏൽപ്പിച്ചു കൊടുക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാനിടയാകും. ഇല്ലെങ്കിൽ അത് പലപ്പോഴും നമ്മൾ ചോദ്യം ചെയ്യുന്നവരും പറഞ്ഞവരെ നോക്കിയാലൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അത് വരുവാനിടയാകത്തില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയാകട്ടെ. അങ്ങനെ അവന് 7ാം ക്ലാസ് കഴിഞ്ഞാണ് ക്ലാസ് പ്രൊമോഷൻ പോലും അവന് കിട്ടിത്തുടങ്ങിയത്. എന്തായാലും 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അവന് എഞ്ചിനീയറിങ്ങിന് ഒരു അറിയപ്പെട്ട കോളേജിൽ ഡൽഹിയിൽ അഡ്മിഷനായി. 3 വർഷം അവൻ അവിടെ പഠിച്ചിറങ്ങുമ്പോൾ അവനൊരു റാങ്ക് ഹോൾഡർ ആയിട്ടാണ് ഇറങ്ങുന്നത്. അവൻ അവിടുന്ന് ഇറങ്ങിയ സമയത്ത് അവന് വിപ്രോ കമ്പനിയിൽ ഒരു ജോലി അപ്പോയിന്റ്മെന്റ് ലെറ്ററുമായിട്ടാണ് അവൻ വരുന്നത്. അവിടെ ഭവനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡാഡിയുടെ കഷ്ടപ്പാട് മാറ്റണം. ഇതുവരെ ഞങ്ങളുടെ ഭവനങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നു. അവരുടെ മുൻപിലൊക്കെ ചെല്ലുമ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ കാരണം കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും അവരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്ന് അവൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഈ ജോലിയൊക്കെ ചെയ്ത് എൻ്റെ ഡാഡിയുടെ കഷ്ടപ്പാടൊക്കെ മാറ്റും. പക്ഷെ ആ രാത്രിയിൽ ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവനോട് ഇടപെടുവാനിടയായി. നിന്നെ ഞാൻ അതിനായിട്ടല്ല കണ്ടേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ നിന്നെ എൻ്റെ വേലയ്ക്ക് ഞാൻ കണ്ടതാ എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ ദൈവസന്നിധിയിൽ നിലവിളിച്ച് ആ കൊണ്ടുവന്ന അപ്പോയിന്റ്മെന്റ് ലെറ്റർ മാറ്റി വെച്ചിട്ട് ആ രാത്രികാലം അവൻ പൂർണ്ണസമയം കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാനിടയായി. അവനൊരു ബൈബിൾ സ്കോളർ ആകുന്നതിന് മുൻപേ ദൈവത്തിന്റെ പ്രത്യേകമായ അഭിഷേകം ദൈവം അവന്റെ മേൽ പകർന്നു. ഒരു പ്രവാചകനായോ ഒരു പ്രസംഗികനായോ ഒന്നും അങ്ങനെയുള്ള ജ്ഞാനമൊന്നും അന്ന് അവനുണ്ടായിരുന്നില്ല. നോർത്ത് ഇന്ത്യയിലല്ലേ, പ്രത്യേകിച്ച് ആ സാഹചര്യത്തിൽ വളർന്നു എന്നുള്ളതല്ലാതെ. എന്നാൽ പ്രത്യേകമായ ഒരു ജ്ഞാനം ദൈവം അവന് കൊടുത്തു. അനേക ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവ് അവനെ സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂത്ത മോള് അവിടെ സിറ്റിസൺഷിപ്പ് ആയി കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞു, എല്ലാവർക്കും ഫയൽ ചെയ്യാമെന്ന്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ചെയ്യേണ്ട, കാരണം ഞങ്ങൾക്കാവുന്നിടത്തോളം സമയം കർത്താവ് തരുന്ന ആരോഗ്യം ഇവിടെയാണ് ആവശ്യം. അതുകൊണ്ട് ഇവിടെ പറ്റുന്നിടത്തോളം ഒക്കെ ചെയ്യാം, വന്നു പോയി ഒക്കെ നിൽക്കാം. ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ വന്നു പോയി ഒക്കെ നിൽക്കുകയാണ്. 2ാമത്തെ മകളും ചെന്നൈയിലാണ് ആയിരിക്കുന്നത്. അവർക്കും അത് ഫയൽ ചെയ്തിട്ടില്ല. 3ാമത്തേതാണ് മോന്. അവനും ഫയൽ ചെയ്ത നേരം അവൻ പറഞ്ഞു, ഇല്ല, അവളോട് പറഞ്ഞു, വേണ്ട, കർത്താവ് എന്നെ അയക്കുകയാണെങ്കിൽ ഞാൻ പൊക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കോവിഡ് കാലത്താണ് അതിനു മുൻപേ അവന് 10ാം ക്ലാസ് വെക്കേഷൻ സമയത്താണ് ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് പോകുന്നത്. കാരണം എൻ്റെ മൂത്ത മകളുടെ ഗ്രാജുവേഷനോടുള്ള ബന്ധത്തിലാണ് ആദ്യം ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് പല പ്രാവശ്യം പോകുവാനിടയായി. ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ദൈവം അവനെ അവിടെ ഒരു ശുശ്രൂഷകനായി ഇന്ന് ആക്കിയിരിക്കുന്നു. കുടുംബമായി കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഭൗതികമായ നന്മകളെക്കാൾ അധികമായി നാം എടുത്ത ദൈവവചനം നമ്മുടെ തലമുറയും എടുക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതാണ് ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കേൾക്കുന്ന ഞാൻ ഭൗതികമായ ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതിലുപരി അതിൻ്റെ അപ്പുറമായി നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തമായി കർത്താവിനെ സേവിപ്പാൻ ഈ നാളുകളിൽ കർത്താവ് ഇടയാക്കട്ടെ. നമ്മുടെ തലമുറകളുടെ കാര്യം കർത്താവ് നോക്കിക്കൊള്ളൂ. അതിനുവേണ്ടി വലിയ ബന്ധപ്പാടൊന്നും അതിനുവേണ്ടി ചെയ്യണ്ട. കാരണം കർത്താവിന്റെ വേലയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്നുവെങ്കിൽ നിശ്ചയമായി കർത്താവ് അതിന്റെ കാര്യങ്ങൾ നോക്കിക്കൊള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങളെ പത്യോപദേശത്തിൽ വളർത്തുവാൻ, അവരുടെ മുൻപിൽ മാതൃകയുള്ള ഒരു ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ, ഒരു കുടുംബ ജീവിതം ചെയ്യുവാനൊക്കെ നമുക്ക് ഇടയാകട്ടെ. അതാണ് നമുക്ക് അവർക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അതുകൊണ്ട് അവരെ നേരായ വഴിയിൽ നടത്തുവാൻ
ദൈവത്തിന്റെ ആലോചന പ്രകാരം നടത്തുവാൻ ഇടയാക്കട്ടെ. അങ്ങനെ ഞങ്ങൾ 23 വർഷത്തോളം നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയിലായിരുന്നു. അനേകം പ്രിയപ്പെട്ടവരെ കർത്താവിന് വേണ്ടി നേടുവാൻ കർത്താവ് സഹായിച്ചു. ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായ, ഞങ്ങളെക്കാൾ ശക്തന്മാരായ അനേക സുവിശേഷകരെ കർത്താവിന്റെ വയലിൽ അധ്വാനിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷം എന്നുണ്ട്. എന്നാൽ അതിനുശേഷമായി 97-ലാണെന്ന് തോന്നുന്നു, 96-ല് എന്റെ കാലിന്റെ അവസ്ഥ വളരെ പ്രശ്നമേറിയ സാഹചര്യത്തിലൂടെ കടന്നുപോയി. അത് റീ ഓപ്പൺ ചെയ്യേണ്ടി വന്നു. റീ ഓപ്പൺ ചെയ്തിട്ട് എന്റെ കാലിൽ കിടന്ന സ്ക്രൂ ഒക്കെ അതിനകത്ത് കയറിപ്പോയിട്ട് ഇൻഫെക്ഷനായി, സെപ്റ്റിക്കായി. എന്നാൽ ദൈവം അത്ഭുതകരമായി അവിടെ നിന്നും വിടുവിച്ചു. അത് റീ ഓപ്പൺ ചെയ്തിട്ട് അതൊക്കെ എടുത്തു. പിന്നെയും ഈ റെസ്റ്റ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, നോർത്ത് ഇന്ത്യയുടെ കാര്യം അറിയാമല്ലോ, സ്റ്റെപ്പുകളെല്ലാം കയറി ഇറങ്ങി വളരെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നും അന്നത്ര കാര്യമായിട്ട് ചിന്തിച്ചില്ല. എന്നാൽ ആത്മാക്കളുടെ വിടുതൽ എന്നുള്ളത് മാത്രമായിരുന്നു അന്ന് ലക്ഷ്യമുണ്ടായിരുന്നത്. അനേക പ്രിയപ്പെട്ടവരെ ഇന്ന് ദൈവസന്നിധിയിൽ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അവരൊക്കെ കർത്താവിന്റെ വേലക്കാരായിരിക്കുന്നു എന്നുള്ളതിലാണ് ഏറ്റവും അധികം സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ഇവിടുത്തെ പ്രതിഫലമൊന്നുമില്ല. ഇന്ന് നമ്മുടെ ശ്വാസം നിലച്ചാൽ അതെല്ലാം നമ്മൾ വിട്ടിട്ട് പോകേണ്ടി വരും. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ പലപ്പോഴും ഞാൻ പറയാറുള്ളത് പോലെ ഒരു പിടി കതിരുമായി ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യം. അതെന്റെ കുഞ്ഞുങ്ങളോടും എന്നോട് സഹകരിക്കുന്നവരോടും ഒക്കെ ഞാനത് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അങ്ങനെ കുഞ്ഞുങ്ങളുമായി മൂത്ത മക്കളുടെ 2പേരുടെയും വിവാഹം നടക്കുന്നത് അവിടെ വെച്ചാണ്. അവിടെ ആയിരിക്കുമ്പോഴാണ് അതൊക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടന്നു. ഞങ്ങൾ അതിനുശേഷം എൻ്റെ പ്രിയ മദറിലോ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. അമ്മച്ചിയുടെ ശാരീരിക അസ്വസ്ഥത കാരണമാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മടങ്ങി വരുവാനിടയായത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നും വളരെ സന്തോഷത്തോടെ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു പോകാൻ വളരെ സന്തോഷം മനസ്സിലുണ്ട്. അങ്ങനെയാണ് ഒരു ദൈവ നിയോഗം എന്ന വണ്ണം 10 വർഷത്തോളം എൻ്റെ മാതാവും പിതാവും ഇവിടെ കർത്താവിന്റെ വേല ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തേക്ക് തന്നെ ദൈവം ഞങ്ങളെ അയച്ചു. അന്ന് അവർ ചെയ്തതിന്റെ ഫലങ്ങളും ഇന്ന് അതിന്റെ തുടർ വേലയും ചെയ്യുവാൻ കർത്താവ് ഈ ദേശത്ത് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ 2014 വീണ്ടും എൻ്റെ കാല് ഇൻഫെക്ഷനായി അതൊരു വല്ലാത്ത പ്രയാസത്തിലേക്ക് നീങ്ങി. വീണ്ടും അത് റീ ഓപ്പൺ ചെയ്യുവാനിടയായി. റീ ഓപ്പൺ എന്ന് ഞാൻ ഈ പറയുമ്പോൾ, ഒരു പ്രാവശ്യം ഓപ്പൺ ചെയ്യുമ്പോൾ 38 സ്റ്റിച്ചാണ് കാലിന്റെ ആ ഹിപ്പിന്റെ ഭാഗത്ത് വരുന്നത്. അത് പല പ്രാവശ്യം ശരീരത്തിൽ എനിക്ക് വേദനയില്ല എന്ന് പറയുന്ന നാളുകൾ വളരെ കുറവാണ്. കുറവെന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയാം. കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവിനോട് കൂടെ ഇരുന്ന് പലപ്പോഴും എന്നെ ചിന്തിപ്പിക്കുകയും എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവചനമാണ് ശമരിയക്കാരന്റെ ആ രാത്രി. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ അനുഭവിപ്പാനിടയായിട്ടുണ്ട്. ആ രാത്രി മുഴുവൻ മുറിവേറ്റവനെ ഇരുന്ന് തലോടി അവന്റെ വേദന അറിഞ്ഞ ആ നല്ല ശമരിയക്കാരൻ എൻ്റെ ജീവിത യാത്രയിൽ കഴിഞ്ഞ 33 വർഷമായി എന്നോട് കൂടെയുണ്ട്. ഒരു നിമിഷം പോലും കർത്താവ് എന്നെ വിട്ടുമാറിയിട്ടില്ല. പാട്ടുകാരൻ പറയുന്നത് പോലെ, ഈ മരുഭൂമിയിലെ യാത്രയിൽ ഇതുവരെയും കരുതിയ കർത്താവ് ഒരു നിമിഷം പോലും അവന്റെ കരുത്തിന്റെ ആ സ്നേഹം, ആ ലാളനം അനുഭവിക്കാതെ ഒരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഇല്ല. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണെന്ന് ഓർത്ത് കർത്താവിനെ സേവിപ്പാൻ പിന്നെയും കർത്താവ് സഹായിക്കട്ടെ. അങ്ങനെ 2014 അത് വീണ്ടും ചെയ്തു. ഞാനിത് പറഞ്ഞു വന്നതിന്റെ ഉദ്ദേശം, ഈ പ്രാവശ്യം ഞങ്ങള് കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഞങ്ങള് അമേരിക്കയിൽ പോയി, മിക്കവാറും വരുന്നൊക്കെ ഉണ്ട്. ആ സമയത്താണ് എൻ്റെ മകൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ അവൻ ശുശ്രൂഷകനായതിനു ശേഷം ഞങ്ങൾ കടന്നുപോയത്. അവിടെ ചെന്ന് ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു 21 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് ഒരു വൈകിട്ടത്തെ മീറ്റിങ്ങിൽ എൻ്റെ മകൻ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇപ്പൊ സിസ്റ്റർ ജീന ജോർജ് അല്പസമയം ദൈവവചനം സംസാരിക്കുന്നു. ഒരു പ്രതീക്ഷയും ഇല്ലാതെയാണ് പറയുന്നത്. പെട്ടെന്ന് ഞാൻ എഴുന്നേക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും തന്ന അവസരമല്ലേ എന്ന് വിചാരിച്ച് ഞാൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. സാക്ഷ്യം പറഞ്ഞത് കർത്താവിനെ ഏൽപ്പിച്ച ഒരു ചെറിയ ദൈവിക ആലോചനയും പറയുമ്പോൾ എൻ്റെ മകനാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് അവസാനിപ്പിച്ച് ഞാൻ മുമ്പോട്ട് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നടക്കുമ്പോൾ അവൻ എൻ്റെ കയ്യെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് അവൻ തന്നെ മറ്റുള്ളവരോട് സാക്ഷ്യം പറയുവാനിടയായി. എൻ്റെ മമ്മിയെന്ന് വിളിക്കുവാൻ ഞങ്ങൾക്ക് കിട്ടിയാൽ മതിയെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചൊരു സമയമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഒരുമിച്ച് ഈ ദേശത്ത് അവൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ ഒരുമിച്ച് ശുശ്രൂഷിപ്പാനുള്ള അവസരം കർത്താവ് തന്നു. അത് അവൻ പറഞ്ഞതിന്റെ ഒരു കാരണം, ഒരു ആക്സിഡന്റിൽ കൂടെയാണ് എൻ്റെ ഡാഡിയെ കർത്താവ് ഈ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചത്. എന്നാൽ എൻ്റെ 2014 എൻ്റെ മമ്മിയുടെ 3ാമത്തെ ഹിപ്പ് റീപ്ലേസ്മെന്റിന്റെ സമയത്താണ്
ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് വാസ്തവമായി ഇടപെട്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം ഒരു അല്പവേദനയോ അല്പപ്രയാസമോ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചാലും അത് ചിലരുടെ വിടുതലിനും ഒരു നിയോഗത്തിനും അതിനൊരു വേർതിരിവിനും ഒക്കെ കാരണമാകുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുതല്ലേ? നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടം സഹിച്ചില്ലേ, വേദന സഹിച്ചില്ലേ, ക്രൂശ് സഹിച്ചില്ലേ? അത് പ്രസംഗിക്കാനൊക്കെ നമുക്ക് വളരെ എളുപ്പമാണ് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ പ്രയാസം വരുമ്പോൾ, ഒരല്പഭാരം വരുമ്പോൾ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചില്ലേ, കർത്താവെ നീ എന്നെ മറന്നുപോയോ, നീ എന്നെ അറിയുന്നില്ലേ, എന്റെ ഈ കഷ്ടം നീ അറിയുന്നില്ലേ എന്നൊക്കെ എത്രയോ പ്രാവശ്യം ചോദിച്ചു. ഇല്ല, കർത്താവ് മറന്നിട്ടല്ല കേട്ടോ. കർത്താവ് നമ്മളെ ചിലത് പഠിപ്പിക്കുകയായിരുന്നു, ചിലതിന് വേണ്ടി നമ്മളെ ഒരു അമ്പ് മിനുക്കുന്നത് പോലെ മിനുക്കുകയായിരുന്നു. ഒരു കുശവൻ കളിമണ്ണ് കൊണ്ടുള്ള പാത്രം ഉടഞ്ഞു പോയാലും അവന് ഇഷ്ടമുള്ളതുപോലെ ഒരു മാനപാത്രമാക്കി മെനയുകയായിരുന്നു. അത് തിരിച്ചറിയുവാൻ നമുക്ക് കഴിഞ്ഞാൽ നിശ്ചയമായി ഇതൊക്കെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഈ കഷ്ടതയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. ഞാൻ വേഗത്തിൽ ഒരല്പ കാര്യങ്ങളിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആക്സിഡന്റ്, അത് കൂടാതെ തന്നെ ഡൽഹിയിൽ വെച്ച് പല ആക്സിഡന്റുകൾ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ കയ്യിലും റോഡുണ്ട്, കാലിലെ ഹിപ്പ് റീപ്ലേസ്മെന്റ് 3 പ്രാവശ്യം കഴിഞ്ഞതുകൊണ്ട് ഇനി ആ മെറ്റൽ ആയതുകൊണ്ട് അത് ഇൻഫെക്ഷൻ ആകണ്ട എന്ന് പറഞ്ഞ് ലാസ്റ്റ് ടൈം സെറാമിക്കിന്റെ ആണ് ഇട്ടിരിക്കുന്നത്. എങ്കിലും അതിനുശേഷവും ദൈവം അത്ഭുതകരമായി ഈ നീണ്ട നാളുകൾ നടത്തി. ഞാൻ പറഞ്ഞല്ലോ, 1 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ മകനെ എന്നിൽ നിന്ന് പിടിച്ചു പറിക്കുന്നത് പോലെയാ എൻ്റെ അടുത്ത് നിന്ന് അവനെ കൊണ്ടുപോയത്. അത് കഴിഞ്ഞ് ഞാൻ പലപ്പോഴും തനിയെ ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. കർത്താവെ, എൻ്റെ കുഞ്ഞിനെ ഒന്ന് എടുക്കുവാൻ പോലും എനിക്ക് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ട നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടെന്നാൽ ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വളരെ സന്തോഷത്തോടെയാണ് ഞാൻ പറയുന്നത്. 6 കൊച്ചുമക്കളെ കർത്താവ് എനിക്ക് തന്നു. അവരെയൊക്കെ സ്നേഹിക്കുവാൻ, ലാളിക്കുവാൻ ഒക്കെ വലിയ ദൈവകൃപ കർത്താവ്. എൻ്റെ മകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ലാളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മമ്മി എന്നെ ഇങ്ങനെ എടുത്തിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചിരിച്ചുകൊണ്ട് അതിന് മറുപടിയൊക്കെ പറയുമ്പോഴും ഹൃദയത്തിൽ വളരെ വേദന പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് പലതും നമ്മൾ മാറ്റി വെക്കുന്നില്ലേ? നമ്മുടെ കർത്താവിന് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ട്. ഒരാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക, ഒരാളോടൊരു നല്ല വാക്ക് പറയുക, ഒരാളെ ഒന്ന് സഹായിക്കുക എന്ന് പറയുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. ഒരു ചെറിയ കാര്യമായിരുന്നാലും അത് കർത്താവിന് എന്നവണ്ണം നമ്മൾ ചെയ്താൽ 100 ഇരട്ടിയായി കർത്താവ് പ്രതിഫലം നൽകും. ഞാൻ പറഞ്ഞത് 1964 ഞാൻ ഡൽഹിയിലേക്ക് കടന്നു പോകുന്നത്. അതിനുശേഷം എൻ്റെ മാതാവും പിതാവും എന്നെ കാണുവാൻ വളരെ ആഗ്രഹിച്ചു. കാരണം ഇങ്ങനെ ശാരീരിക അസ്വസ്ഥതയുമായിട്ടല്ലേ കടന്നുപോയത്. എന്നിട്ട് എൻ്റെ പപ്പ പല പ്രാവശ്യം ഡൽഹിയിൽ വന്ന് എന്നെ കണ്ടു, എൻ്റെ പ്രിയ അമ്മച്ചി വന്നു കണ്ടു. എന്നാൽ ഇത് കഴിഞ്ഞ് എനിക്ക് നാട്ടിലേക്ക് വരണമെന്നും എൻ്റെ പ്രിയപ്പെട്ടവരെ കാണണമെന്നും ഒക്കെ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. പക്ഷേ അന്ന് എനിക്ക് തോന്നുന്നു 186 രൂപ മാത്രമേ ടിക്കറ്റിന് അന്ന് മതി. എന്നിട്ടും ഒരു ടിക്കറ്റ് എടുത്ത് വരുവാനോ ഒന്നും കഴിയാത്തൊരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി. അപ്പോൾ 94 ഞങ്ങൾ അവിടെ കടന്നു പോകുന്നത്. മടങ്ങി വരുവാൻ ആഗ്രഹിച്ചെങ്കിലും അന്നത്തെ ടിക്കറ്റ് ഫെയർ ഒന്നും നമുക്ക് ഇത് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് വരാതിരുന്ന സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ ഞാൻ പറയട്ടെ, ഇന്ന് ഈ നാളുകളിൽ അനേക ഇടങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ കർത്താവ് അയച്ച് കർത്താവിന്റെ വേല ചെയ്യിക്കുകയും കർത്താവിനെ കുറിച്ച് പറയുവാനുള്ള അവസരങ്ങളൊക്കെ കർത്താവ് ഞങ്ങൾക്ക് തരികയും ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, നമ്മുടെ കർത്താവിനെ വിശ്വസ്തമായി സേവിപ്പാൻ ഇടയാകട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ഈ പാലക്കാടിന്റെ ദേശത്തേക്ക് കടന്നു വരുവാനിടയായി. ഇവിടെ കടന്നു വന്നിപ്പോ 10 വർഷമായി ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇവിടെ ഒരു സഭയുടെ ശുശ്രൂഷയുണ്ട്. അപ്പോൾ തന്നെ ഈ കോവിഡ് സമയത്ത് ഞാൻ അമേരിക്കയിൽ പോയി മടങ്ങി വന്ന സമയം, ഇവിടെ കോവിഡ് വളരെ മൂർധന്യാവസ്ഥയിലായിരിക്കുന്ന സമയം, ആർക്കും പുറത്തിറങ്ങുവാൻ കഴിയാത്ത സമയത്ത് ഭവനത്തിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഒരു ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടു. നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ളൊരു നല്ല അവസരമല്ലേ ദൈവം തന്നിരിക്കുന്നത്. ഞാൻ അങ്ങനെ എൻ്റെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പില് അതിരാവിലെ എഴുന്നേറ്റ് ഒരു പാട്ടൊക്കെ പാടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊക്കെ ഇടാൻ തുടങ്ങി, 2 ഫാമിലിയിലും. അപ്പൊ അത് അവർക്ക് വലിയ സന്തോഷമായി. അപ്പൊ ഒരു ദിവസം ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. ചില ഗ്രൂപ്പുകളൊക്കെ അന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്, പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇടപെട്ടു. ആ ഗ്രൂപ്പുകളിൽ ഒന്നുമില്ലാത്ത നിന്റെ കണക്ഷനിലുള്ള പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ നിനക്ക് കഴിയുമല്ലോ. അങ്ങനെ ഞാൻ ഒരു ദിവസം വലിയ ആലോചിച്ചൊന്നും അല്ല ഞാൻ ഈ എബനേസർ പ്രെയർ വാരിയേഴ്സ് എന്നുള്ള പേരൊന്നും ഇടുന്നത്.
ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ തോന്നിച്ചതനുസരിച്ച് എൻ്റെ ഫോണിലുള്ള കോണ്ടാക്ട്സും എൻ്റെ മകന്റെ വൈഫും കുഞ്ഞുങ്ങളും വന്ന് ഞങ്ങളോട് കൂടെ ഇവിടെ ഉണ്ട്. മോളും എന്നോട് പറഞ്ഞു, മമ്മി എൻ്റെ കോണ്ടാക്ട്സ് കൂടെ തരാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് 2021 ജൂൺ മാസം 20-ാം തീയതിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് വരെയും വളരെ അത്ഭുതകരമായി ആ പ്രവർത്തനത്തെ കർത്താവ് കൊണ്ടുപോകുന്നു. ഞാൻ വിചാരിച്ചത് കുറച്ചുപേരെ കൂടി ഒരു വാട്സപ്പ് പ്രാർത്ഥന എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ദൈവം അതിനെ കയ്യേറ്റിട്ട് ദൈവം അത്ഭുതകരമായിട്ട് ഇന്ന് വരെയും നടത്തി. അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിശാലമായി ഈ നാളുകളിൽ കർത്താവ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം പോലും മുടങ്ങാതെ എവരിഡേ രാവിലെ 5:30 മുതൽ 7 മണി വരെ സൂമിൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി ഏകദേശം ഒരു 30 പേരെങ്കിലും കുറയാതെ എല്ലാ ദിവസത്തെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് 5 മണിയാവുമ്പോ ഒരു തലമുറകൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുവാനായിട്ട് അല്പസമയം വേർതിരിക്കുന്നുണ്ട്. രാത്രി 10 മണിയാവുമ്പോ എല്ലാ പ്രിയപ്പെട്ടവരും പകൽക്കാലം ദൈവം നടത്തിയതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാനും ഒന്ന് സ്തോത്രം ചെയ്യുവാനുമായിട്ട് ദൈവത്തെ ഒന്ന് ഒരുമിച്ച് ആരാധിക്കുവാനുമായിട്ടൊക്കെ ഞങ്ങൾ സമയം വേർതിരിക്കുന്നുണ്ട്. ഈ 3 സമയം കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ് നടക്കുന്നു. അതുകൂടാതെ ബൈബിൾ സ്റ്റഡി, ബൈബിൾ ക്വിസ്, അപ്പോൾ തന്നെ വ്യാഴാഴ്ചകളിൽ പൊതു മീറ്റിംഗ് ആയിട്ട് ഏകദേശം 200-ലധികം സഹോദരിമാർ ഇതിനോടകം നമ്മുടെ ഗ്രൂപ്പില് മെസ്സേജ് കൈമാറിയിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം മെസ്സേജിനായിട്ട് വിളിച്ചതാണ് സിസ്റ്റർ ഷീബ ജോർജ്, ഡൽഹി. ആ കർത്താവിന്റെ ദാസി മീറ്റിംഗിന് ശേഷമാണ് എന്നോട് ഈ അരോമയെ കുറിച്ച് പറയുവാനിടയായതും. നമ്പർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ കൊടുക്കുവാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ TV ചാനലിൽ കൂടെ കർത്താവിനെ ഉയർത്തുവാൻ ഇങ്ങനെ ഒരു അവസരം കർത്താവ് എനിക്ക് തന്നതും. ഞാൻ പറഞ്ഞത് അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ വിശാലമായി കൊണ്ടിരിക്കുന്നു. കർത്താവ് വരുന്നത് വരെയും ഇല്ലെങ്കിൽ കർത്താവിന്റെ നാള് വരെയും അത് ചെയ്യുവാനുള്ള ആരോഗ്യവും ബലവും ഒക്കെ കർത്താവ് തരേണ്ടതിന് ഞാൻ പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ ചിന്തിച്ചു മതിയാക്കട്ടെ എന്ന്. കാരണം അറിയാമല്ലോ, ഒരു സൂം കറക്റ്റ് സമയത്ത് അത് ഓൺ ചെയ്തില്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ്. അങ്ങനെയെങ്കിൽ ഈ അതിരാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും വളരെ തിരക്കേറിയ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും, സെന്ററിന്റെ പ്രവർത്തനമുണ്ട്, റീജിയന്റെ പ്രവർത്തനമുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ നടുവിൽ ഒന്നും മടികൂടാതെ ചെയ്യുവാൻ താല്പര്യത്തോടെ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം സഹോദരിമാരെ കൂടെ കർത്താവ് എനിക്ക് കൂട്ടായി തന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഒരു പ്രതിഫലേച്ഛയുമില്ലാതെ സമയം വേർതിരിച്ച് ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കുന്ന പലരെയും നമുക്ക് അറിയത്തില്ല. ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങൾ വരുന്നുണ്ട്. രോഗികൾ ആരാണെന്നോ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. എന്നാലും ദൈവസന്നിധിയിൽ കരയുവാൻ, പ്രാർത്ഥിപ്പാൻ ദൈവദാസിമാരെ എല്ലാം കർത്താവ് ദിവസങ്ങൾ ശക്തീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെയും എന്നോട് വിളിച്ച് പലരും പറഞ്ഞു, ആന്റി ധൈര്യമായിട്ട് ആന്റി ടെസ്റ്റിമണി പറഞ്ഞു, ഞങ്ങൾ പുറകിൽ പ്രാർത്ഥിച്ചുകൊള്ളാം. അതൊരു വലിയ ബലമാണ് പ്രിയമുള്ളവരെ. അങ്ങനെയുള്ള കൂട്ടത്തെ ഈ നാളുകളിൽ കർത്താവ് അവിടെ ഇവിടങ്ങളിലായി എഴുന്നേൽപ്പിക്കട്ടെ. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങള് 4 വർഷമായി പ്രോഗ്രാം തുടങ്ങിയിട്ട് ഈ 4 വർഷവും അതിന്റെ ആനുവൽ മീറ്റിംഗ് നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ആനുവൽ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഫുള്ള് ഞങ്ങള് ഒരു ഓഡിറ്റോറിയം എടുത്തിട്ട് രാവിലെ ആനുവൽ മീറ്റിംഗ്, ഉച്ച കഴിഞ്ഞ് കാത്തിരിപ്പ് യോഗം. ഇന്ന് അതൊക്കെ നിന്നു പോയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണെങ്കിലും കർത്താവ് വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ഈ കഴിഞ്ഞ മെയ് മാസമായിരുന്നു 4ാമത്തെ വാർഷിക മീറ്റിംഗ്. അതും അനുഗ്രഹമായി നടക്കുവാനിടയായി. വൈകുന്നേരം ഒരു കൺവെൻഷനായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരിൽ കൂടെയുള്ള അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകളൊക്കെ വളരെ തുടർമാനമായി നടക്കുവാനിടയായി. ഞാൻ ദൈവനാമ മഹത്വത്തിനായിട്ടാണ് ഞാൻ ഈ പറയുന്ന കാര്യം പറയുന്നത്. ഞാൻ ചെയ്യുമ്പോൾ പോലും ലൈവ് അത് ചെയ്യാറില്ല. ഈ 4 വർഷമായി എല്ലാ ആനുവൽ മീറ്റിംഗിന്റെ സമയത്തും ഒരു കുറഞ്ഞത് 50 കുഞ്ഞുങ്ങൾക്കെങ്കിലും ഒരു എഡ്യൂക്കേഷൻ സപ്പോർട്ട് കൊടുക്കാനൊക്കെ കർത്താവ് കൃപ തന്നു. ഇതൊന്നും ആരോട് ചോദിച്ചിട്ടോ അങ്ങനെ ഒരു ആവശ്യപ്പെട്ടിട്ടോ ഒന്നുമല്ല. എല്ലാം വിശ്വാസത്താൽ. എന്നാൽ ഒരു ദിവസം പോലും ഒരു കടമില്ലാതെ ഇന്ന് വരെയും കർത്താവ് ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ആവശ്യമെന്ന് തോന്നുന്നിടത്ത് അത്യാവശ്യം വലിയതായിട്ടൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ അലാവോളം കർത്താവിന്റെ വേലയ്ക്ക് ചിലവാകുവാനൊക്കെ നമ്മളൊന്ന് തയ്യാറായി നോക്കിക്കേ. പലപ്പോഴും എന്നെ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ എന്റെ കൂട്ടു സഹോദരിമാർ അതിന്റെ ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ആന്റി ഇതെങ്ങനെ നടക്കും? അപ്പോഴും ഞാൻ പറയില്ല, നമ്മുടെ കർത്താവ് അല്ലേ നമ്മളോട് പറഞ്ഞത്, കർത്താവ് നടത്തും. ഞാൻ പറഞ്ഞത് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളക്കാൽ ചവിട്ടിയെങ്കിലേ യോർദാൻ മാറത്തുള്ളൂ. കരയ്ക്ക് നിന്നിട്ട് അത് മാറിയിട്ടൊന്നും ചവിട്ടാമെന്ന് വിചാരിച്ച കാര്യം നടക്കത്തില്ല. ആ ഒരു ധൈര്യം ഇന്ന് വരെയും കർത്താവ് തന്നു നടത്തുന്നു. പലപ്പോഴും ക്ഷീണിപ്പിക്കുന്ന അനുഭവങ്ങൾ
ചോദ്യം ചെയ്യപ്പെടുന്ന അനുഭവങ്ങളൊക്കെ മുൻപിലുണ്ട്. എന്നാൽ അവിടെ ഒന്നും തളർന്നു പോകാതെ പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും ആ ഒരു സപ്പോർട്ടും ഒക്കെ കർത്താവ് തന്ന് അനേകർ നടത്തുന്നു. ഞാൻ പറഞ്ഞില്ല, പല TV ചാനലുകളിൽ ഇങ്ങനെ ടെസ്റ്റ് മണി പറയാനൊക്കെയുള്ള അവസരങ്ങൾ കർത്താവ് തന്നു. പലപ്പോഴും ഞാൻ ഓർത്തിട്ടുണ്ട്, കർത്താവ്, ഞാൻ ഒരു പുറകിൽ നിൽക്കുവാൻ ആഗ്രഹിച്ച ഒരാളാ, എന്നെ ആരും കാണണ്ട, ഞാൻ എന്തെങ്കിലുമൊക്കെ കർത്താവിന് വേണ്ടി ചെയ്തോളാമെന്നൊക്കെ പറഞ്ഞ് ഏറ്റവും പുറകിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാ. പക്ഷെ കർത്താവ് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നെന്നുള്ളത് എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയും ദൈവത്തിന് എൻ്റെ മേലുണ്ടായിരുന്ന നിയോഗത്തിൻ്റെത് കൊണ്ട് മാത്രമാണ്. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവ നിയോഗമുള്ളവന് മേൽ വരുന്ന ചില കാര്യങ്ങൾ. എന്നെ ദൈവാത്മാവ് പ്രേരിപ്പിച്ച ഒരു 10 കാര്യം ഞാൻ എഴുതി വെച്ച് ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഈ രാവിലത്തെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒരു കൺക്ലൂഷൻ മെസ്സേജ് അവർക്ക് ആവശ്യമാണ്. അപ്പോൾ ഇത് ഓരോന്ന് പറഞ്ഞ് അവരോട് ധൈര്യപ്പെടുത്തുമ്പോൾ തന്നെ ഞാനും ധൈര്യപ്പെടുവാനും, ജീവിതത്തിന്റെ മുൻപിൽ പർവ്വത സമമായ പ്രശ്നങ്ങളൊക്കെ വരും, പക്ഷെ അതിനെ നിരപ്പാക്കുവാൻ കഴിയുന്ന ഒരു കർത്താവാണ് എന്നോട് കൂടെയുള്ളതെന്ന് കൊണ്ട് മാത്രമാണ് ഈ ക്രിസ്തീയ ജീവിതയാത്രയിൽ ഇതുവരെ നിൽക്കുവാൻ കർത്താവ് ഇടയാക്കിയത്. എൻ്റെ പപ്പായും എൻ്റെ അമ്മച്ചിയും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരാഗ്രഹിച്ചതുപോലെ മക്കളും അവരുടെ മക്കളും കർത്താവിന്റെ വേലയിലായിരിക്കുന്നത് കണ്ട് സന്തോഷത്തോടെയാണ് ഈ ലോകത്തിൽ നിന്ന് അവർക്ക് മാറ്റപ്പെടുവാനിടയായത്. എൻ്റെ പ്രിയപ്പെട്ടവർ, എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഇന്ന് മാതൃകയാക്കി, അല്ലെങ്കിൽ അവരെ കർത്താവ് അനുഗ്രഹിച്ചു എന്ന് പറയത്തക്കവണ്ണം ദൈവം വൻ കാര്യങ്ങളെ ചെയ്തു. അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. ഞാൻ മറ്റുള്ളതിലൊന്നും പറഞ്ഞതിനേക്കാൾ വിശദമായിട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാൻ ഒരല്പം കൂടെ വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് ദൈവാത്മാവിന്റെ ഒരു പ്രേരണ കൊണ്ട് മാത്രമാണ് ഞാനത് അത്രയും പറയുവാനിടയായത്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ എത്ര വർണ്ണിച്ചാലും മതിയാകയില്ല. ഇന്നും ആരോഗ്യത്തോടെ ഞാൻ ഈ ആക്സിഡന്റ് ആയി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോഴുണ്ടല്ലോ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ഒരു 3 കാര്യമുണ്ട്. അത് എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നതെന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ പ്രാർത്ഥിച്ച ഒരു 3 കാര്യം. കർത്താവ്, ഞാൻ ഈ ആക്സിഡന്റ് ആയതുകൊണ്ട് എനിക്ക് ഇനി ഞാൻ കർത്താവിന്റെ വേല ചെയ്തോളാം, പക്ഷെ എൻ്റെ ശാരീരികമായ ബലഹീനത ഒരിക്കലും എൻ്റെ കർത്താവിന്റെ വേലയ്ക്ക് ഒരു തടസ്സമാകല്ലേ കർത്താവേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒരു കാര്യം. 2, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ വിഷയം. കാര്യം നമുക്കറിയാം, ആ കാലങ്ങളിലൊക്കെ കർത്താവിന്റെ വേലക്കാരെന്ന് പറഞ്ഞ അവരുടെ മക്കൾക്ക് പിന്നെ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞു, അല്ലെന്നുണ്ടെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ ബൈബിൾ സ്കൂൾ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജോലിയൊക്കെ ആയിട്ട് അവരൊക്കെ കയറിപ്പോകും. കാരണം അവരുടെ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ കണ്ടിട്ടായിരിക്കാം. പക്ഷേ അങ്ങനെ മറ്റുള്ളവരുടെ മുൻപിൽ ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയത് കൊണ്ട് അങ്ങനെ ഒരിക്കലും അത് ദൈവനാമത്തിന് ദൂഷിക്കപ്പെടുവാൻ ഇടയാകല്ലേ കർത്താവെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ പ്രാർത്ഥിച്ച ഒരു വിഷയം, ഞങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി എന്ത് കഷ്ടവും ത്യാഗവും ഒക്കെ സഹിച്ചോളാം കർത്താവെ, പക്ഷെ ഈ കഷ്ടവും ത്യാഗവും ഒന്നും കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും കർത്താവിന്റെ വേലയോട് ഒരു മടുപ്പുണ്ടാകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം, എൻ്റെ കർത്താവ് വിശ്വസ്തനായതുകൊണ്ടും പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ജീവിക്കുന്നത് കൊണ്ടും ഈ 3 പ്രാർത്ഥനയ്ക്കും കർത്താവ് എനിക്ക് മറുപടി തന്നു. ഞാൻ പറഞ്ഞത്, ഇന്ന് വരെയും ഈ ശാരീരിക ബലഹീനത പറഞ്ഞ് ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ ഒരു ഹൗസ് വിസിറ്റിങ്ങോ കർത്താവിനെ ഏൽപ്പിച്ച ശുശ്രൂഷകൾക്കൊന്നും മുടക്കം വരാതെ, പലപ്പോഴും വേദന തന്നെയായിരുന്നു എൻ്റെ ജീവിതത്തിൽ, മുടക്കം വരാതെ കർത്താവ് നടത്തിയത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആഗ്രഹിച്ചതിലും ഞാൻ നനച്ചതിലും അപ്പുറമായി എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം കർത്താവ് അതാത് സ്ഥാനങ്ങളിൽ നിർത്തുന്നു. അതുപോലെ തന്നെ ദൈവം ഞങ്ങൾക്ക് തന്ന തലമുറയും കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ 2ാമത്തെ മകള് കഴിഞ്ഞ ഇടയ്ക്ക് ഒരു പ്രാവശ്യം എന്നോട് ചോദിച്ചു, മമ്മി, എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയ്ക്കൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട്, കർത്താവിന്റെ വേല ചെയ്യണം. ഞാൻ പറഞ്ഞു, നിനക്ക് നല്ലൊരു പൊസിഷൻ അല്ലേ കിട്ടിയേക്കുന്നേ, ആ ഒരു സാഹചര്യത്തിൽ നിനക്ക് അനേകരോട് കർത്താവിനെ കുറിച്ച് പറയുവാൻ കഴിയും, നിന്റെ ആ ജോലിയിലൂടെ അനേകരോട് കർത്താവിനെ കുറിച്ച് ഷെയർ ചെയ്യുവാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഇല്ല മമ്മി, എപ്പോഴെങ്കിലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട് പൂർണ്ണ സമയം അതിനുവേണ്ടി വേർതിരിക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരു സങ്കടവും ഇല്ല, 100 വട്ടം അതിന് സന്തോഷമാണ്. കാരണം അവൾ എന്നോട് ചോദിച്ചു, എന്നെ നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടൊക്കെ അല്ലേ പഠിപ്പിച്ചത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് സാരമില്ല, അതൊന്നും അല്ല വിഷയം. നമ്മുടെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിലനിൽക്കുവാൻ കഴിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗം അറിയുന്ന ഒരു കർത്താവുണ്ട്. പുറമേ പറയുവാൻ നമുക്ക് ഒത്തിരി കാര്യം കഴിഞ്ഞേക്കാം, പക്ഷെ നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവത്തിന്റെ മുൻപാകെ പരമാർത്ഥ ഹൃദയത്തോടെ നടക്കുന്നുവെങ്കിൽ സദൃശ്യവാക്യത്തിൽ പറയുന്നു, അവന്റെ ശേഷം അവന്റെ മക്കളും ഭാഗ്യവാന്മാർ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വലിയ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഒന്നും ഇടണ്ട
കേട്ടോ. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി വലിയ വീടുകളോ വാഹനങ്ങളോ ഇതൊന്നും സമ്പാദിച്ചു കൂട്ടിയിട്ട് അവരതെങ്ങനെ വിനിയോഗിക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്നാൽ ഒരു കാര്യം നമുക്ക് ചെയ്യുവാൻ കഴിയും. കർത്താവിന്റെ കയ്യിലോട്ടൊന്ന് കൊടുത്തു നോക്കിക്കേ, ഇതെല്ലാം അതിന്റെ പിന്നാലെ വന്നുകൊള്ളും. സങ്കീർത്തനക്കാരൻ പറയുന്നില്ലേ, നന്മയും കരുണയും എന്റെ ആയുഷ്കാലം ഒക്കെ എന്നെ പിന്തുടരും. അതിന്റെ പിന്നാലെ പോകാതെ അത് നമ്മുടെ പിന്നാലെ വന്നുകൊള്ളും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഈ അന്ത്യനാളുകളിൽ ഞങ്ങളെ പ്രായം കൂടി വരികയാണ് എങ്കിലും ഈ നാളുകളിലൊക്കെ വളരെ സമാധാനത്തോടെ വളരെ സന്തോഷത്തോടെ കർത്താവിന്റെ വേലയിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നു. അനേകർക്ക് ഒരു ഇൻസ്പിറേഷനായി കർത്താവ് തീർക്കുന്നുവെന്ന് പലപ്പോഴും കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു ഉരുവായിട്ട് ആ ഉരുവാകുന്ന സമയം മുതൽ ആ മാതാവ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്. വേണ്ട വിധത്തിൽ അവൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ പറ്റത്തില്ല, ഇഷ്ടമുള്ളതുപോലെ ഒന്ന് കിടക്കാൻ പറ്റത്തില്ല, ഇഷ്ടമുള്ളിടത്ത് എല്ലായിടത്തും ഒന്ന് ഓടി പോകുവാൻ പറ്റത്തില്ല. ഇതൊക്കെ സഹിച്ചിട്ട് ആ 9 മാസം ആ സമയമാകുമ്പോൾ ഒരു കുഞ്ഞിന്റെ മുഖം വളരെ വേദനയോടെയാണ് പ്രസവിക്കുന്നതെങ്കിലും ആ കുഞ്ഞിന്റെ മുഖം കണ്ടു കഴിയുമ്പോൾ ഈ വേദനയെല്ലാം മറക്കുന്നത് പോലെ കഴിഞ്ഞ നാളുകളിൽ നീണ്ട വർഷങ്ങളായി കർത്താവിനെ ഏൽപ്പിച്ച ക്രൂശ് വഹിച്ചുകൊണ്ട് ഈ ക്രിസ്തീയ ജീവിത യാത്രയിൽ ഇതുവരെ കർത്താവ് കൊണ്ടുവന്നു. ഞാൻ പലപ്പോഴും ആ ക്രിസ്ത്യാനി പറയുന്നത് പോലെ പറയാറുണ്ട്, ഞാൻ നടന്നതല്ല, കർത്താവ് എന്നെ ചുമലിലേറ്റി കൊണ്ടുവന്നതാ. ഇതുവരെ ഞാൻ നടന്നതല്ല, കർത്താവ് എന്നെ ഇതുവരെ കൊണ്ടുവന്ന. അത് എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും എന്നോട് കൂടെ നിന്ന് ഇതുവരെയും എന്നെ ആ രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നു. അപ്പോൾ തന്നെ അനേകരുടെ പ്രാർത്ഥന ഇതിന്റെ പിന്നിലുണ്ട്. ആകയാൽ ഈ ദിവസങ്ങൾ പിന്നെയും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. ഈ നാളുകളിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി ഏതെങ്കിലും വിധത്തിൽ ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ അത് സന്തോഷത്തോടെ ചെയ്യണം, സന്തോഷത്തോടെ ചെയ്യണം. ബുദ്ധിമാനായിരുന്ന ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ പറയുന്നു, നിനക്ക് ചെയ്യുവാൻ സംഗതി വരുന്നത് എന്തും ശക്തിയോടെ ചെയ്യുക. അത് പാടുന്നതായിരിക്കട്ടെ, പ്രാർത്ഥിക്കുന്നതായിക്കൊള്ളട്ടെ, കർത്താവിനെ കുറിച്ച് പറയുന്നതായിക്കൊള്ളട്ടെ, കൊടുക്കുന്നതായിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, അത് ശക്തിയോടെ, അത് പരമാർത്ഥ ഹൃദയത്തോടെ, നിർമ്മലതയോടെ കർത്താവിനെ സേവിപ്പാൻ ഇടയാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെക്കുന്ന എല്ലാവർക്കും അത് ലഭിക്കും. നമുക്ക് ചിലപ്പോൾ പൊരുതാൻ കഴിഞ്ഞേക്കാം, ചിലപ്പം ഓടാൻ കഴിഞ്ഞേക്കാം, എന്നാൽ വിശ്വാസം കാത്തുകൊണ്ടുള്ള ഓട്ടമുണ്ടല്ലോ ഒരല്പ ബുദ്ധിമുട്ട്. അത് കൈവിട്ടു പോകല്ലേ. ദൈവസന്നിധിയിൽ വിശുദ്ധിയോടെ നിൽപ്പാൻ വിശുദ്ധനായ കർത്താവ് വരുവാൻ അടുത്തിരിക്കുമ്പോൾ അവന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന കർത്താവിന്റെ ദാസനോടും ടിവിയോടും എന്നെ അതിന് മുഖാന്തരമായ കർത്താവിന്റെ ദാസി പ്രിയ ഷീബ ജോർജിനോടുമുള്ള നന്ദിയെ അറിയിക്കുന്നു. ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല പകലിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്ന രാവിലെ സമയം ഈ അരോമ ടിവിയിലൂടെ കർത്താവിനെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാൻ, കർത്താവ് നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയുവാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കഴിഞ്ഞ നാളുകൾ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഈ രാവിലെ സമയം ദൈവസന്നിധിയിലായിരിക്കുന്നു. പ്രത്യേകാൽ ഈ പ്രവർത്തനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പലപ്പോഴും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഒരു ചഞ്ചലപ്പെടുന്ന അവസ്ഥകൾ, പലപ്പോഴും കർത്താവെ ദൈവസന്നിധിയിൽ കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകി സഹായിക്കണമേ. പ്രവർത്തനത്തെ കർത്താവ് വിശാലമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാലെ ഈ ടിവിയിലൂടെ കേൾക്കപ്പെടുന്ന പ്രേക്ഷകരെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഒരു ഇടപെടൽ ഉണ്ടാകട്ടെ. ഓരോ പ്രിയപ്പെട്ടവരും അത് കേൾക്കുമ്പോൾ വാസ്തവമായി യേശു കർത്താവിനെ രുചിച്ചറിയുവാൻ, രക്ഷകനെ കണ്ടുമുട്ടുവാൻ, അവനെ യേശു കർത്താവിനെ രക്ഷകനായും കർത്താവായി സ്വീകരിപ്പാൻ, ഈ ക്രിസ്തീയ ജീവിത യാത്രയിൽ മുൻപോട്ട് പോകുവാൻ കർത്താവർക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങൾ തന്നെ ചില വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ചിലർ യേശുവിനെ കണ്ടുമുട്ടട്ടെ. ചില രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ വചനം അവർക്ക് സൗഖ്യമായി തീരട്ടെ. കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ ചിലർ നിറയപ്പെടുവാൻ ഇടയാകട്ടെ.
കർത്താവേ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ വളരെ വിദൂരതയിലാണെങ്കിലും അതിവേഗം പാഞ്ഞു ചെല്ലുന്ന ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും കർത്താവ് പകർന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം കർത്താവ് സഹായിച്ചല്ലോ, പിന്നെ ദൈവകൃപയിൽ നിർത്തണമേ. എന്റെ കർത്താവിന്റെ വരവ് വരെയും, അല്ല എങ്കിൽ എന്റെ ശ്വാസം നിലയ്ക്കുന്നത് വരെയും കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ നിൽക്കുവാൻ പിന്നെയും കർത്താവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമം ഞങ്ങളുടെ മഹത്വം എടുക്കണം. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ, അവരുടെ യാത്രകളില്, പ്രവർത്തനങ്ങളില് എല്ലാ ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതമില്ലാത്ത ഒരു കാര്യങ്ങളിലും ആരും ഇടപെടുവാൻ കർത്താവ് അനുവദിക്കല്ലേ. തിരുനാമ മഹത്വത്തിനായി തീർക്കണം. കർത്താവിന്റെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. താങ്ക് യു പ്രിയ കർത്താവിൻ്റെ ദാസി, പ്രിയ ജീന ജോർജ് ആൻറ്റി. ഇത്രത്തോളം സമയം വളരെ തിരക്കുകളുണ്ടായിട്ടും ഉത്തരവാദിത്തങ്ങളുണ്ടായിട്ടും ദൈവസന്നിധിയിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി അരോമാറ്റിയുടെ ശ്രോതാക്കൾക്ക് പങ്കുവയ്ക്കുവാൻ കർത്താവ് കൃപ ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിൻ്റെ ദാസിയോടുള്ളതായ നന്ദി, സ്നേഹവും കടപ്പാട് വിതരണത്തിൽ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സാക്ഷ്യത്തിലുടനീളം ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, യാക്കോബ് ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് മുന്നമേ തന്നെ താൻ എല്ലാ നിലകളിലും ഭൗമികമായിട്ട് ധന്യനും ധനികനും ഒക്കെ ആയിരുന്നു. എന്നാൽ തൻ്റെ അമ്മായിയപ്പൻ്റെ ഭവനത്തിൽ നിന്ന് താൻ തൻ്റെ സ്വദേശത്തേക്കുള്ള മടക്ക യാത്രയിൽ യാബോക്ക് നദിക്കരയിൽ വെച്ച് തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സംഭവമുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ യാക്കോബ് രാത്രി മുഴുവനും ചിലവഴിക്കുവാൻ ഇടയായി തീർന്നു. പ്രഭാതമാകുമ്പോൾ തന്നെ വിട്ടുപോകുന്നതിന് മുന്നമേ യാക്കോബിൻ്റെ തുടയുടെ തടം ദൈവത്തിൻ്റെ കരത്താൽ സ്പർശിക്കപ്പെടുവാനും തുടയുടെ തടം ഉളുക്കിപ്പോകുവാനും ഇടയായി തീർന്നു. അതിനുശേഷം യാക്കോബ് നടന്നത് അതുവരെ വന്ന അതുപോലെ അല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായൊരു നടപ്പാണ് യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായത്. പക്ഷേ അതിന് മുന്നേലത്തേനേക്കാൾ യാക്കോബ് അനുഗ്രഹിക്കപ്പെട്ടവനായിട്ടാണ് പിന്നത്തേതിൽ ഉള്ള തൻ്റെ ജീവിതാനുഭവം. നടക്കുമ്പോഴൊക്കെ ഒരു കാര്യം താൻ എപ്പോഴും ഓർക്കും, ഇത് എൻ്റെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നതിൻ്റെ ഒരു അടയാളമാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ ദൈവം തൊട്ടു, ഞാൻ ദൈവത്തോട് ഒരുമിച്ച് സമയം ചിലവഴിച്ചതിൻ്റെ ഒരു അടയാളമായിരുന്നു എൻ്റെ ജീവിതത്തിൽ എന്ന് യാക്കോബ് എപ്പോഴും ഇത് ഓർക്കുമായിരുന്നു. അതവൻ്റെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായി നിലകൊള്ളുവാൻ ഇടയായി തീർന്നു. ആര് ചോദിച്ചാൽ ഇതെന്നാ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും, ഇത് ദൈവം തൊട്ടതാണ്. സ്തോത്രം. ദൈവവും ഞാനുമായിട്ട് ഒരു രാത്രി മുഴുവൻ സമയം ചിലവഴിച്ചതിൻ്റെ പരിണിത ഫലമായിട്ട് ഉണ്ടായതാണ്. സ്തോത്രം. ആ വിഷയത്തിലേക്ക് വിശദാംശങ്ങളിലേക്ക് പോകേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പ്രിയ കർത്താവിൻ്റെ ദാസി ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ച ആ ഒരു നിമിഷം ഞാൻ ഓർക്കുന്നു. കട്ടിലിൻ്റെ അടുക്കൽ വന്ന് കുഞ്ഞിൻ്റെ അടുക്കൽ ഇരുന്ന് നിലത്ത് മുട്ടുകാൽ മടക്കി ഇരുന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷമാണ് ദൈവം തൊട്ടത്. അത് ഇപ്പോഴും വേദനയുണ്ടെങ്കിലും അതൊരു സാക്ഷ്യമായിട്ട് ജീവിതത്തിൽ ഇന്നും അത് നിലകൊള്ളുകയാണ്. അതുകൊണ്ടാണ് ഈ സാക്ഷ്യത്തിന് ഇത്രയേറെ മാധുര്യം. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷകൾക്ക് ഇത്രയേറെ ഉത്തരവാദിത്വവും ശ്രേഷ്ഠതയും കൈവരിക്കുവാനിടയായി തീർന്നത്. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം മുഖാന്തരം അനേക പ്രിയപ്പെട്ടവർക്ക് വിശ്വാസവും പ്രത്യാശയും വർദ്ധിക്കുവാൻ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരടയാളമായി ഇന്നും തുടരുന്നു. ഒരുപാട് സ്റ്റിച്ചുകളൊക്കെ പല സന്ദർഭങ്ങളിൽ ഇടേണ്ടി വന്നു എങ്കിലും അത് ഒരു ദൈവീക ഇടപെടലായിരുന്നു. സ്തോത്രം. ദൈവം തൊട്ടതാണ്. അത് ഈ ശേഷിക്കുന്ന ആയുസ് മുഴുവനും അതൊരടയാളമായി ശരീരത്തിൽ ദൈവം വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് സഹിപ്പാനുള്ള കൃപ കൂടി കർത്താവ് തരും. അതെല്ലായ്പ്പോഴും ഒരു സാക്ഷ്യമായി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ കർത്താവ് പ്രത്യേക കൃപ തരട്ടെ എന്ന് ഈ തരുണത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വേദനയുണ്ടായിട്ടും അതൊന്നും വകവയ്ക്കാതെ ആണ് യാക്കോബ് മുന്നോട്ട് യാത്ര ചെയ്തത്. അതുപോലെ തന്നെ കർത്തദാസിയുടെ ജീവിതത്തിലും ഒത്തിരി വേദനകളുണ്ട് എന്ന് ആ വാക്കുകളിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നു. കർത്താവ് കൃപ തന്നിരിക്കുന്നല്ലോ.
ഇനിയും സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ, അനേകരോട് കർത്താവിനെക്കുറിച്ചുള്ള ഈ സ്നേഹം പങ്കുവയ്ക്കുവാൻ, പ്രത്യേകിച്ച് പാലക്കാട് ആ പ്രദേശത്ത് അനേകരെ കർത്താവിലേക്ക് നേടുവാൻ, കർത്താവ് അയക്കുന്നിടത്തൊക്കെയും കർത്താവിൻ്റെ നല്ല സാക്ഷ്യം വഹിക്കുവാൻ ഏറെ അവസരങ്ങളും ഏറെ വേദികളും കർത്താവ് ഒരുക്കട്ടെ എന്ന് ഞങ്ങൾ വിതരണത്തിൽ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകർക്ക് ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വലിയൊരു വിടുതലിന് കാരണമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ ഒരു പക്ഷങ്ങൾ ഉണ്ടായിരിക്കാം. ദൈവസന്നിധിയിൽ ദൈവം നമ്മെ തൊട്ടു എങ്കിൽ അതൊരടയാളമായി എന്നും നമ്മളതിനെ കാത്തു സൂക്ഷിക്കുക. പൗലോസ് അപ്പോസ്തലന് തൻ്റെ ജീവിതത്തിലുണ്ടായ നേരിട്ട ആ മുള്ളിനെക്കുറിച്ച് തിരുവെഴുത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അത് മാറിപ്പോകുവാൻ ദൈവത്തിന് പ്രാർത്ഥിച്ചു, പക്ഷെ അതിനെ മാറ്റുവാൻ ദൈവം തയ്യാറായില്ല. പകരം എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ് പൗലോസിനെ ധൈര്യപ്പെടുത്തുവാനും ആ കൃപ അവൻ്റെ മേലെ പകരുവാനും ഇടയായി തീർന്നു. കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഒരുപാട് വേദനകളും മുള്ളുകളും ഉണ്ടെങ്കിൽ പോലും അത് മാറിപ്പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമെങ്കിലും അതിനേക്കാൾ ഉപരി അത് സാക്ഷ്യമായി സൂക്ഷിക്കേണ്ടതിന് അത് സഹിപ്പാനുള്ള കൃപ കർത്താവ് നമുക്ക് പകർന്നു തരട്ടെ. ഇന്ന് ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനോട് പ്രാർത്ഥിക്കാം. അത് സഹിപ്പാനുള്ളൊരു കൃപ നമുക്ക് തരണമേ. അത് നമ്മുടെ ജീവിതത്തിലുള്ള സാക്ഷ്യമായി സൂക്ഷിക്കുവാൻ, അനേക പ്രിയപ്പെട്ടവരെ കർത്താവിലേക്ക് നയിക്കുവാൻ അത് മുഖാന്തരമായി തീരും. ഈ സാക്ഷ്യവും അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കൂ. അവരും കേട്ട് അനുഗ്രഹിക്കപ്പെട്ട് അതിലൂടെ ദൈവനാമയും കൂടെ മുഖാന്തരമായി തീരുമല്ലോ. മാത്രമല്ല, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കാവുന്നതാണ്. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ അരോമ ടിവിയുടെ ശ്രോതാക്കൾക്ക് കൊണ്ട് വിശേഷിയാൽ പ്രാർത്ഥന നടന്നു വരുന്നു. അരോമ ടിവിയിൽ സാക്ഷ്യം പറഞ്ഞ അനേക പ്രിയപ്പെട്ടവർ അതിൽ പങ്കെടുക്കുന്നു. നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.